ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് ഭഗവാന്റെ ഭാഗവതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായം വരെയാണ് വായിച്ച് സമർപ്പിച്ചത്. അപ്പോൾ ആ ശ്രീനാരദ മഹർഷിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട്, ആ ചോദ്യമൊക്കെ ചോദിച്ചുല്ലോ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ചോദിച്ച അത് എല്ലാം പിന്നെയും പറയണു. ഞാൻ ഈ അവതാര ലീലകളെ ഇനിയും പറഞ്ഞു തരാം. അത് കേൾക്കണത് മഹാപുണ്യമാണ്, അവതാര ലീലകൾ കേൾക്കണത്. അതുകൊണ്ട് നീ കേൾക്കൂ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് പിന്നെയും നാരദരോട് തൻ്റെ ഭഗവാന്റെ ലീലകളെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഇനി പാരായണം ചെയ്യാനുള്ളത്. ഇനി 7ാം അധ്യായമാണ് പാരായണം ചെയ്യാൻ തുടങ്ങുന്നത്. അതിൽ ഈ ഭാഗവതത്തിലെ ബ്രഹ്മനാരദ സംവാദം എന്ന് തന്നെയാണ് അതിന് ഒരു നാമം കൊടുത്തിരിക്കുന്നത്. ആ അധ്യായത്തിന് വേണ്ടതുപോലെ പാരായണം ചെയ്യാനും അത് വേണ്ടതുപോലെ അതിനെ അനുസ്മരിക്കാനും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് പ്രകാശിക്കാനൊക്കെ ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നിങ്ങളുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീമദ്ഭാഗവതം ദ്വിതീയ സ്കന്ധം 7ാമോധ്യായ. ബ്രഹ്മോവാച യത്രോദ്യതക്ഷിതിതലോദ്ധരണായ ബീഭ്രദ് ക്രൗഡിം ധനും സകലയജ്ഞമയീം അനന്ത അന്തർമഹർണവ ഉപാഗതമാദിദൈത്യം തം ദ്രഷ്ടയാദ്രിം ഇവ വജ്രധരോ ദദാര ജാതോരുജർ അജനയത് സുയമാൻ സുയജ്ഞാ ആഗൂതി സൂനുർ അമരാൻ അഥ ദക്ഷിണായാം ലോകത്രയസ്യ മഹതിം അഹരദ്യഥാർത്തിം സ്വയംഭുവേന മനുനാ ഹരിർ ഇത്യനുക്ത ജജ്ഞേ ജഗദ്ദമഗൃഹേതിജാ ദേവഭൂത്യം ശ്രീവിശ്രമം നവഭിർ ആത്മഗതിം സ്വമാത്രേ ഉച്ഛേയാത്മാശമലം ഗുണസംഗഭംഗം അസ്മിൻ വിധൂയ കപുലസ്യ ഗതിം പ്രഭേദ അത്രേരാപത്യം അഭികാംക്ഷതാഹ ദുഷ്ടോ ദത്തോ മയോഹം ഇതി യത് ഭഗവൻ സദത്ത യത്പാദപങ്കജപരാഗപവിത്രദേഹായോഗർദ്ധിം ആപുർഉഭയിം യദു ഹൈഹയാദ്യം തപ്തം തപോ വിവിധലോകസുസൃഷ്ടയാമേ ആദൗ സനസുതപസാ സാ ചതുസ്വനോഭൂത് പ്രാക്കൽപസംപ്ലവ വിനിഷ്ടം ഇഹാത്മതേയതത്വം സമ്യക് ജഗാദമുനയോ യത്
അജക്ഷതാത്മൻ ധർമ്മസ്യ അര്യജനിഷ്ടമൂർത്തിയം നാരായണോ നര ഇതി സുതപസ്പ്രഭാവ ദുഷ്ടാത്മനോ ഭഗവതോ നിയമാവലോപം ദേവ്യ സ്ത്വനംഗപൃദനാഘടിതും നശേകു കാമം ദഹന്തി ഗതിനോ നനു രോഷദൃഷ്ട്യാ രോഷം ദഹന്തം ഉദതേന ദഹന്ത്യസഹ്യം സോയം യദന്തർ അമലം പ്രവിശൻ ബിഭേദി കാമകഥം नु പുനരസ്യ മനശ്രയേത വിദ്ധസപത്ന്യുദിത പുത്രഭിരന്തിരാജ്ഞോ ബാലോപി സന്നുഭഗത തപസേവനാനി തസ്മാദാത് ധ്രുവഗതിം ഗൃണതോ പ്രസന്നോ ദിവ്യാസു വന്തി മുനയോ യത് ഉപാര്യ തസ്മാത് യദ്വേനം ഉപസ്ഥഗതം ദ്വിജാവാക്യവജ്ര വിപ്ലുഷ്ടപൗരുഷഭഗം നിരയേ പതന്തം ത്വാഥിതോ ജഗതി പുത്രപദം ജലേഭേ ദുഗ്ധാ വസൂനി വസുധാ സകലാനി യേന നാഭേരസോ ഋഷഭസ ആസ സുദേവി സൂനുർയോ വൈ വിചാര സമത് ജഡയോഗചര്യം പാരമഹംസ്യം ഋഷയാ പദമാമനന്തി സ്വസ്ഥപ്രശന്തകരണ പരമുക്തസംഗ സത്രേ മമാസ ഭഗവൻ ഹയശീഷയാദോ സാക്ഷാത് സയജ്ഞപുരുഷ സ്വപതി സ്തപനീയവർണ ശന്തോമയോ മഖമയോ അഖിലദേവതാത്മാ വാചോ ബഭുർ ഉഷദീശ്വസതോസ്യനസ്ത മത്സ്യോ യുഗന്ധസമയേ മനുനോപലബ്ധ ക്ഷോണീമയോ നിഖില ജീവനിഗായകേത വിശ്രംസിതന്നൂരുപയേ സലിലേ മുഖാത്മേ ആദായ തത്ര വിജഹാരഃ വേദമാർഗാൻ ക്ഷീരോദധൗ അമരദാനവയൂഥപാനം ഉന്മന്ഥതാം അമൃതലബ്ധയാദിദേവ പൃഷ്ടേന കശ്യപവപൂർ വിധതാരഗോത്രം നിദ്രാക്ഷണോദ്രി പരിവർത്തകഷാണ കണ്ടു ത്രൈവിഷ്ട്യപോരുഭയാഃ സനൃസിംഹരൂപം കൃത്വാ ഭൃഗുടിദംഷ്ടകരാളവക്ത്രം ദൈത്യേന്ദ്രമാശു ഗദയാഭിപതന്തമാരാത് ഊരൗ നിപാത്യ വിതതാരനഖൈ സ്ഫുരന്തം അന്തഃസരസ്യുരുബലേന പദേ ഗൃഹീത്വോ ഗ്രാഹേണ യൂഥപതിർ അംബുജഹസ്താർത്താം ആഹേതം ആദിപുരുഷാഖിലലോകനാഥ ശ്രവണമംഗളനാമധേയ ശ്രവണമംഗളനാമധേയ ദ്വിതീയസ്കന്ധം 7-ാം അധ്യായം ബ്രഹ്മനാരദ സംവാദം. അക്കിത്തം ഭാഗവതം പാരായണം ആരംഭിക്കുന്നു. ബ്രഹ്മാവു പറഞ്ഞു, എന്നോധരോദ്ധരണകാമൻ അനന്തനാർന്നു ക്രീഡാവപുസ് അഖിലയജ്ഞമയസ്വരൂപൻ അന്നാഴിയെങ്കൽ നിജദംഷ്ടകള ആദിദൈത്യാദേഹം പിളർന്നു മലവജ്രി പിളർന്ന പോലെ. അതിനുശേഷം ഓരോരോ അവതാരങ്ങളെ പറ്റിയിട്ടാണ് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് നാരദർക്ക്.
ആഹൂതിയിങ്കൽ രുചി ചിന്ന് സന്തതിയാം സുയജ്ഞനായി വിഷ്ണു ദേവർ സുയമാഭിതർ ദക്ഷിണയ്ക്കും ലോകത്രയാത്തിയെ ഹരിച്ചവൻ അന്നു കിട്ടി സ്വയംഭുവൻ മനുവിനാൽ ഹരിയെന്ന നാമം. പിന്നീടു കർദമഗൃഹത്തിൽ വിളങ്ങി പെങ്ങന്മാരൊമ്പതു ഹരി കേട്ടിതു ദേവഹൂതി ദിവ്യാത്മതത്വമതിനാൽ ഗുണസംഗഭംഗ നിർമുക്തിയാൽ കപിലറൻ ഗതി പൂണ്ടിതമ്മ. പുത്രേച്ഛുവതിയോടു ചെയ്ത പ്രതിജ്ഞയാൽ ദത്താത്രേയനായി അവതരിച്ചിതു പിന്നെ വിഷ്ണു. അപാദ പങ്കജ പരാഗ പവിത്രർ ഋദ്ധിയോഗങ്ങൾ നേടി യദുഹൈഹയർ തൊട്ടകൂട്ടർ ചെയ്തു തപം വിവിധ ലോക ശിക്ഷയാൽ. ഞാൻ ആദ്യം ജനിച്ചു സനകാദികൾ 4 പേരും പ്രാകൽപ സംപ്ലവ വിനിഷ്ട മഹാത്മതത്വം വീണ്ടും ജനിച്ചു മുനിമാരതു പിന്തുടർന്നു. ധർമ്മജ്ഞോ ദക്ഷസുതമൂർത്തിയിൽ ജാതനായി നാരായണൻ നരൻ അതീവ തപപ്രസിദ്ധൻ. കാമാപ്സരസ്സുകൾ തളർന്നു മലച്ചു വിഷ്ണു സൃഷ്ടിച്ച വനിതാമരഭംഗി കാൺകെ. കാമൻ ദഹിപ്പു മുനിമാരുടെ രോഷദൃക്കാൽ ആവില്ല രോഷഹനനത്തിനവർക്കു പോലും. രോഷത്തിലും ഭയമായി എവൻ്റെ അകത്തു കയറാൻ ആഹൃത്തിലെങ്ങനെ കടന്നമരുന്നു കാമം. അച്ഛനടുത്തു ചെറിയമ്മ പറഞ്ഞ കൊള്ളീവ കേറ്റു നൊന്ത് അടവിപുക്കു ജപസ്തു ജൈവേ അബ്ബാലനെ ധ്രുവപദത്തിലുയർത്തി വിഷ്ണു. കീഴിൽ നിന്നു മുനിമാരവനെ പുകഴ്ത്തി. വേനാഖ്യനുത്പഥഗതൻ ദ്വിജവാക്യ വജ്ര വിപ്ലുഷ്ട പൗരുഷഭകൻ. നിരയത്തിൽ വീഴ്കെ ആമയിൽ നിന്നു പുഴുവായി അവതീർണനായി ഭൂവിൽ വസുക്കളെ വിടാതെ കറന്നെടുത്തു. നാഭീസുദേവി സുതനാം ഋഷഭാഖ്യനായി ജാതൻ വരിച്ചു സമ്യക് ജഡയോഗചര്യ. കാണുന്നിതാ പരമഹംസപദത്തിൽ യോഗീന്ദ്രന്മാർ പ്രശാന്തകരണം പരിമുക്ത സംഘം. മത്സത്രമെത്തി ഭഗവാൻ ഹയശീർഷനായി ശോഭിച്ചു യജ്ഞപുരുഷൻ തപനീയ വർണ്ണൻ ഛന്ദോമയൻ മഖമായി അഖില ദേവതാത്മാവൂർന്നു നിജശ്വസിത ഭംഗിയിൽ നിന്നു വേദം. തുള്ളി ഭയാനക പ്രളയാംബുവിങ്കൽ ഝോണീമയൻ നിഖില ജീവനികായ നേകേതൻ. മദ്വക്ത്ര മുക്തഹിതശ്രുതിയാൽ പ്രബുദ്ധൻ മത്സ്യാവതാരി മധുവാലു ഉപലബ്ധനായോൻ. ക്ഷീരാബ്ദിബിംബമരദാനവയൂഥപന്മാർ പീയൂഷകാംക്ഷയിൽ മതിക്കവേ ആദിദേവൻ പൃഷ്ഠത്തിൽ മാമലമും ചുമപ്പതിനാമയായി നിദ്രാക്ഷണോദ്രി പരിവർത്തകഷാണ കണ്ടു. ദൈത്യേന്ദ്രനെ ഗത ചുഴറ്റി നിജോരുവിങ്കൽ വീട്ടിപ്പിളർന്നു ഹരി തൻ്റെ നഖങ്ങളാലേ. പൊയ്കയ്ക്കകത്തെ മുതലയ്ക്ക് അടിതൻ ബലത്താൽ കേഴുന്ന യൂഥവനൊരാബ്ജമറുത്തു ഉയർത്തി പ്രാർത്ഥിച്ചിതാദിപുരുഷാഖില ലോകനാഥ ശ്രവണമംഗളനാമധേയ. സർവത്ര
ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 7-ാം ദ്വിതീയ സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ ആ ബ്രഹ്മാവ് നാരദമുനിയോട് ഭഗവാന്റെ സർവ്വലീലാവതാരങ്ങളെയും ചുരുക്കി പറഞ്ഞു കേൾപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ആ വരാഹ ശരീരത്തെ പൂണ്ട് ഭഗവാൻ ശ്രീമൻ നാരായണൻ സമുദ്രത്തിൽ പ്രവേശിച്ച് ആദിദൈത്യനായിട്ടുള്ള ഹിരണ്യാക്ഷനെ തൻ്റെ തേറ്റപ്പല്ലുകൊണ്ട് വധിച്ചു. അതെങ്ങനെയാണോ ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതത്തെ ഖണ്ഡിക്കുന്നത് എന്നതുപോലെ ആ ഹിരണ്യാക്ഷനെ വധിച്ചു. അതുപോലെ ഭഗവാൻ രുചി എന്നു പേരായ പ്രജാപതിക്ക് ആകുതി എന്ന സ്ത്രീയിൽ സുയജ്ഞൻ എന്ന പേരോട് കൂടിയിട്ട് പിന്നെ അവതരിച്ചു. അങ്ങനെ ദക്ഷിണ എന്ന സ്ത്രീയിൽ ആ സുയന്മാർ എന്ന ദേവന്മാരെയൊക്കെ ജനിപ്പിച്ചു. അങ്ങനെ ആ സുയജ്ഞൻ 3 ലോകത്തിനും അക്കാലത്ത് വലുതായ ആ ദുഃഖത്തെയെല്ലാം തീർത്ത് രക്ഷിച്ചു. അങ്ങനെ പിന്നെ അപ്പോൾ ആ സ്വയംഭുവ മനു ശ്രീഹരി എന്ന് ചൊല്ലിയിട്ട് ആ പേരിൽ സ്തുതിച്ചു എന്ന് പറയാം. പിന്നെ ഭഗവാൻ കർദമ പ്രജാപതിയുടെ ഭാര്യയായിട്ടുള്ള ആ ദേവഹൂതിയിൽ കപിലൻ എന്ന പേരോട് കൂടിയിട്ട് അവതരിച്ചു. സഹോദരിമാരുടെ അതായത് 9 സഹോദരിമാർക്ക് താഴെയുള്ള ഒരു കുഞ്ഞനുജനായിട്ട് ആ കപിലൻ എന്ന പേരോട് കൂടിയിട്ട് ജനിച്ചു. അങ്ങനെ ജനിച്ചിട്ട് ആ കാലം പോകെ ആ അമ്മ ദേവഹൂതിക്ക് തത്വോപദേശമൊക്കെ ചെയ്ത് ആ ദേവഹൂതിയെ ബ്രഹ്മവിദ്യയാൽ ആ ജന്മത്തിൽ തന്നെ മനോമാലിന്യത്തെയൊക്കെ നീക്കിയിട്ട് എല്ലാ ദോഷത്തെയും നീക്കിയിട്ട് മോക്ഷത്തെ കൊടുത്തു എന്ന് പറയണു. പിന്നെ പുത്രനെ പ്രാർത്ഥിച്ച അത്രിയുടെ നേരെ ഭഗവാൻ സന്തുഷ്ടനായിട്ട് പറയണു, ഞാൻ തന്നെ അങ്ങേക്ക് പുത്രനായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദത്തൻ എന്ന പേരോട് കൂടിയിട്ട് മുനിയുടെ പുത്രനായിട്ട് അവതരിച്ചു. ആ യയാതിപുത്രനായ യദുവും കാർത്തികവീരാർജുനൻ എന്നിവരെ ആ യോഗാഭിവൃദ്ധിയെ അവരൊക്കെ ഐഹികവും ആമുഷികവുമായിട്ടുള്ള യോഗാഭിവൃദ്ധിയെ പ്രാപിച്ചു. ഭുക്തിയെയും മുക്തിയെയും തടഞ്ഞ് അവർ യോഗാഭിവൃദ്ധിയെ പ്രാപിച്ചു എന്ന് പറയാണ്. അങ്ങനെ എല്ലാ ലോകങ്ങളും ഭഗവാനിൽ നിന്ന് ഞാൻ ഉണ്ടായപ്പോൾ എന്നിൽ നിന്ന് എല്ലാ ലോകങ്ങളും സൃഷ്ടിക്കണം എന്ന ആഗ്രഹം ലോക സൃഷ്ടി എനിക്കാണ് തന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഭഗവാനിൽ നിന്ന് ഉണ്ടായ ഉടനെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കൊണ്ട് എന്ത് ചെയ്തു? തപസ് ആചരിച്ചു. ആ തപസ്സിൻ്റെ ഫലമായിട്ട് ഭഗവാനിന് സർവവും സമർപ്പിച്ചപ്പോൾ ഭഗവാൻ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് സനകാദി ഋഷീശ്വരന്മാരായിട്ട് 4 പേരായിട്ട് അവതാരം ചെയ്തു എന്ന് പറയാണ്. സനൽകുമാരൻ, സനകൻ, സനന്ദൻ, സനാതനൻ എന്നിങ്ങനെ 4 പേരോട് കൂടിയിട്ട് ആ കുമാരസ്വരൂപന്മാരെ എന്നും ആ കുട്ടികൾക്ക് എന്നും 6 വയസ്സ് പ്രായമേ ആ പ്രായത്തോടു കൂടിയിട്ട് വരണോ എൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ ആ ഒരു ഭാവത്തിൽ വന്നു. പിന്നെ ഭഗവാൻ കഴിഞ്ഞ കൽപ്പത്തിൽ ആ പ്രളയത്തിൽ മറഞ്ഞു പോയ ആത്മതത്വത്തെ ഈ കൽപ്പത്തിൽ ശരിയായി ഉപദേശം ചെയ്തു. ആ ഭഗവാന്റെ ഉപദേശം മാത്രയിലെ മുനികൾ ആത്മതത്വത്തെ സ്വീകരിച്ചു എന്ന് പറയാണ്. പിന്നെ ദക്ഷ പ്രജാപതിയുടെ പുത്രിയും ധർമ്മൻ്റെ പത്നിയായിട്ടുള്ള മൂർത്തി ദേവിയിലെ ഭഗവാൻ നരൻ എന്ന പേരോട് കൂടിയിട്ടും എന്നും നാരായണൻ എന്നും പേരോട് കൂടി 2 രൂപങ്ങൾ എടുത്തിട്ട് ഭഗവാൻ അവതരിച്ചു. അതിൽ തപസ്സിൻ്റെ പ്രഭാവത്തെ പ്രകാശിപ്പിക്കുന്ന ആ തപസ്സിൻ്റെ മഹത്വം അതിനെ പ്രകാശിപ്പിക്കാനായിരുന്നു ആ ജനനം. അതുകൊണ്ട് അവർ താപസന്മാരായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. അവരുടെ തപസ്സിനെ വിഘ്നം വരുത്താൻ വേണ്ടിയിട്ട് മന്മഥ സായകങ്ങളെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള രംഭ മുതലായിട്ടുള്ള അപ്സര സ്ത്രീകളെ ഈ
ഇവരുടെ മുന്നിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ പറഞ്ഞയച്ച സമയത്ത് അവരെക്കാളും സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള സ്ത്രീകളെ സ്വന്തം ശരീരത്തിൽ നിന്നും ഉണ്ടാക്കി അവരുടെ മുമ്പിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവർ നാണിച്ചു എന്ന് പറയാണ്. അത്രയും ആ തപോഫലത്തിലായിരുന്നു നരനാരായണന്മാർ എന്ന് പറയാം. പിന്നെ ശ്രീരുദ്രൻ മുതലായവർ കോപത്തോടു കൂടിയ നോട്ടത്തിൽ കാമവികാരത്തെ ജനിപ്പിക്കുന്ന മന്മഥനെ ദഹിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനെ ദഹിപ്പിക്കുന്നതും സഹിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ക്രോധത്തെ ദഹിപ്പിക്കാനായിട്ട് സാധിക്കണില്ല. അപ്പോൾ ആ രുദ്രാദികളിൽ കൂടെ ജയിക്കാൻ കഴിയാത്തതായിട്ടുള്ള കോപം ഈ നരനാരായണ ഭഗവാന്റെ നിർമ്മലമായ മനസ്സിനെ ആ കോപം ഒരിക്കലും, അതായത് രുദ്രൻ തൻ്റെ കോപത്തോട് കൂടിയിട്ട് കാമത്തിനെ കാമദേവനെ ശ്രീപാർവതിയെ തപസ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ തപസ് ചെയ്യുന്ന സമയത്ത് ഭഗവാന് പരിചര്യ ചെയ്തുകൊണ്ട് ശ്രീപാർവതി ദേവി കൂടെ നിന്നു. ആ സമയത്ത് ദേവന്മാരുടെയൊക്കെ ആഗ്രഹപ്രകാരം സാക്ഷാൽ കാമദേവൻ ആ ദേവി ഒരു ദിവസം നല്ല വാസനാപുഷ്പങ്ങളെ കൊണ്ട് അതിമനോഹരമായിട്ടൊരു മാല കെട്ടിയിട്ട് ഭഗവാന് കൊടുക്കാനായിട്ട് ഭഗവാൻ സമർപ്പിക്കാനായിട്ട് ചെന്നു. അപ്പോൾ ആ സമയത്ത് ആ മാല വാങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആ കാമൻ്റെ ശരം ആ ഭഗവാനിലേക്ക് അയച്ചപ്പോൾ ഭഗവാൻ പാർവതി ഒന്ന് നോക്കി, അത്രയേ ഉണ്ടായുള്ളൂ, ഒന്ന് നോക്കി. അപ്പോൾ നോക്കിയ വഴി തന്നെ എന്താണ് അങ്ങനെ, അപ്പോൾ ആ പാർവതിയെ കണ്ടു. സാധാരണ അങ്ങനെയുള്ളതൊന്നും കാണാണ്ട് ആ ഭഗവാനിൽ മാത്രം മനസ്സ് ലയിപ്പിച്ചിരിക്കുന്ന ആ തനിക്ക് ഭഗവാനെ വിട്ട് മറ്റൊന്നിലേക്ക് എന്തുകൊണ്ട് ദൃഷ്ടി പോയി എന്ന് ചിന്തിച്ച മാത്രയിൽ കാമദേവനെ മനസ്സിലാക്കുകയും തൻ്റെ ക്രോധത്തോടു കൂടിയിട്ട് ആ കാമദേവനെ ദഹിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ കോപാഗ്നിയിൽ ആ കാമദേവൻ ദഹിച്ചു പോയി. പക്ഷേ ആ കോപത്തിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് പോലും സാധിക്കുന്നില്ല. പെട്ടെന്ന് ആ കോപം വന്നു അല്ലേ. അങ്ങനെ ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ യുദ്ധത്തിൽ ഇവിടെ തപസ്സിന് വിഘ്നം വരുത്താൻ വേണ്ടി സ്ത്രീകളെ പറഞ്ഞപ്പോൾ ഭഗവാനും കോപത്തോടു കൂടിയിട്ട് അതിനൊരു പ്രതികാരം ചെയ്യാറുന്നു. പക്ഷെ അത് ചെയ്തില്ല. അദ്ദേഹം സൗമ്യമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് അതിലും സൗന്ദര്യമുള്ള സ്ത്രീകളെ സൃഷ്ടിച്ചു. കാരണം ഒരിക്കലും കോപം പോലും ആ നരനാരായണന്മാരുടെ അടുത്തേക്ക് എത്താൻ ഭയപ്പെടുകയാണ് എന്ന് പറയണു ഇവിടെ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ആ കോപത്തേക്ക് ആ കാമെന്ന വൃത്തിയെ ഭഗവാന്റെ മനസ്സിന് പിന്നെ എങ്ങനെയാണ് കോപത്തിനെ നിയന്ത്രിക്കുക? കോപം പോലെ എത്തില്ല വെച്ചാൽ പിന്നെ കാമം എങ്ങനെയാണ് ആ മനസ്സിലേക്ക് കടക്കുക? അതുകൊണ്ട് ആ അപ്സര സ്ത്രീകളെ ഒന്നും അവരെ കീഴ്പ്പെടുത്താനായിട്ട് സാധിച്ചില്ല എന്ന് പറയുക. അതിനുശേഷം ധ്രുവന് അനുഗ്രഹം നൽകാനായിട്ട് ഭഗവാൻ മറ്റൊരു സ്വരൂപത്തെ സ്വീകരിച്ചു. താനപാത മഹാരാജാവിൻ്റെ ഭാര്യയും ഭാര്യയായ സുരുചി, രണ്ട് പത്നിമാരുണ്ടായാലും സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ. സുരുചിയുടെ പുത്രൻ്റെ പേര് ഉത്തമൻ എന്നാണ്. ആ ഉത്തമൻ അപ്പോൾ സുരുചിയെ വിവാഹം കഴിച്ചതോടു കൂടിയിട്ട് സുനീതിയെ വേണ്ടതുപോലെ പരിഗണിക്കാണ്ട് സുനീതിക്ക് അവഗണന മാത്രമായിരുന്നു. സുരുചിയായിരുന്നു അവിടെ രാജ്ഞിയായിട്ട് വാണത്. സുരുചിക്കായിരുന്നു സർവ്വസ്വാതന്ത്ര്യം. ആ സുനീതി തനിക്ക് നൽകിയ ചെറിയൊരു കൊട്ടാരത്തിലെ മകനോടൊപ്പം കഴിഞ്ഞു പോരുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ പോയി കളിക്കുമ്പോഴൊന്നും സുനീതി അമ്മ അതിനെ എതിർക്കാറില്ല. കുട്ടികൾ തമ്മിൽ എന്തിനാ ശത്രുതയൊന്നും വേണ്ടല്ലോ എന്ന് അവർ തമ്മിൽ പരസ്പരം സ്നേഹത്തോടു കൂടി കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അങ്ങനെ കളിച്ച് ആ കുട്ടി ഉത്തമൻ കൊട്ടാരത്തിലേക്ക് ഓടി. പിന്നാലെ ധ്രുവനും ഓടി. അവിടെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഉത്താനപാത മഹാരാജാവ് അവിടെ സിംഹാസനത്തിൽ ഇരിക്കണുണ്ടപ്പോൾ ഉത്തമൻ ഓടിച്ചെന്ന് മടിയിൽ കയറിയിരുന്നു. അപ്പോൾ മറ്റേ മടിയിൽ ഒരു തുടയിൽ ഉത്തമൻ ഇരുന്നപ്പോൾ മറ്റേ തുടയിൽ ഇരിക്കാനുള്ള കൊതിയോട് കൂടിയിട്ട് നല്ല അച്ഛനാണല്ലോ എന്ന് വിചാരിച്ച ഓടിച്ചെല്ലുമ്പോൾ അവിടെ വച്ചിട്ട് സുരുചി തടഞ്ഞിട്ട് ചോദിക്കണം, ആരാണ് അങ്ങോട്ട് പറഞ്ഞു വെച്ചത്? അമ്മയാണോ? രാജ്യത്തിന് വേണ്ടിയിട്ടാണോ? എന്നെല്ലാം പറഞ്ഞ്
ക്രൂരമായ വാക്കുകളെ കൊണ്ട് ആ കുഞ്ഞിനെ വേദനിപ്പിച്ചിട്ട് പറഞ്ഞു, നിനക്ക് അച്ഛൻ്റെ മടിയിലിരിക്കുന്ന ആഗ്രഹമുണ്ടോ? അപ്പോൾ കുഞ്ഞ് വളരെ ആശയോട് കൂടിയിട്ട് പറഞ്ഞു, ചെറിയമ്മ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലേ നീ ഒരു കാര്യം ചെയ്യേ, നീ പോയി തപസ് ചെയ്തിട്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഭഗവാനോട് വരം വാങ്ങിയിട്ട് ഇനി എൻ്റെ ഗർഭപാത്രത്തിൽ വന്ന് ജനിക്കുക, എന്നിട്ട് ഞാൻ എൻ്റെ ഉണ്ണിയായിട്ട് വരൂ, അപ്പോൾ നിനക്ക് അച്ഛൻ്റെ മടിയിലിരിക്കാട്ടോ എന്ന് പറഞ്ഞു. അത് കുട്ടിക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും അത് നടക്കാത്തൊരു കാര്യമാണെന്നൊക്കെ തോന്നി. കുട്ടി സങ്കടത്തോട് കൂടിയിട്ട് സുനീതി അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അമ്മ പറയും, മോനെ ചെറിയമ്മ എന്നെ വിഷമിപ്പിച്ചു, ചെറിയമ്മ പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കുട്ടി ചെറിയമ്മ പറഞ്ഞ വാക്കുകളെ കുറ്റം പറയാമെന്ന് പറയാൻ പറ്റില്ല. കുട്ടിക്കുണ്ടായ അനുഭവത്തെ ആ കുട്ടി പറഞ്ഞു അരുത്, മറ്റുള്ളവരുടെ ദോഷത്തെ കാണരുത്. ചെറിയമ്മ പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഉപദേശമുണ്ട്, അത് മോന് ഗുണം ചെയ്യണതാണ്. കാരണം ചെറിയമ്മ പറഞ്ഞത് എന്താണ്, ഈശ്വരനെ നിൻ്റെ ആഗ്രഹങ്ങളായാലും ദുഃഖങ്ങളായാലും എല്ലാം മാറണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈശ്വരനെയാണ് ആശ്രയിക്കേണ്ടത്. ഈശ്വരനെ ആശ്രയിച്ചോളൂ, ഈശ്വരനെ തപസ് ചെയ്തോളൂ എന്നല്ലേ പറഞ്ഞത്. അത് നല്ലൊരു ഉപദേശം തന്നെയാണ്. കാരണം ഭഗവാനെ ആശ്രയിക്കാന്ന് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും എന്താഗ്രഹം ഉണ്ടെങ്കിലും ഭഗവാനെ ആശ്രയിച്ചോളൂ, ഭഗവാൻ എല്ലാം നേരെയാക്കി തരും എന്നല്ലേ പറഞ്ഞു. അത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്ഷാത്രവീര്യം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഉണ്ണിക്ക് താൻ അതാ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് ദൃഢമായ മനസ്സോട് കൂടിയിട്ട് ഇതാ കാട്ടിൽ പോയി തപസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ തപസ് ചെയ്ത ധ്രുവൻ്റെ മുന്നിലേക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ധ്രുവനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ വന്നു. അങ്ങനെയും ഭഗവാൻ അങ്ങനെയും ഒരു അവതാരം എടുത്തു ധ്രുവന് വേണ്ടിയിട്ട്. നമ്മൾ വൃന്ദാവനത്തിലൊക്കെ പോയാൽ ധ്രുവട്ടില എന്നുള്ള തപസ് ചെയ്ത സ്ഥലവും അവിടെ ധ്രുവൻ്റെയും ശ്രീമൻ നാരായണൻ്റെയും ഒക്കെ വിഗ്രഹങ്ങളൊക്കെ കണ്ട് നമസ്കരിക്കാനായിട്ടൊക്കെ സാധിക്കും. നമ്മളവിടെ വച്ചിട്ട് ധ്രുവസ്തുതിയൊക്കെ പാരായണം ചെയ്യാറുണ്ട്. വൃന്ദാവനത്തിലെ ധ്രുവട്ടില എന്നുള്ള സ്ഥലത്താണ് അത് പോണത്. മധുവനത്തിലാണ് ഈ ധ്രുവട്ടില സ്ഥിതി ചെയ്യണത്. അപ്പം അങ്ങനെ അവിടെ പിന്നെ ആ ഭഗവാനെ ധ്രുവനെ സന്തോഷം ആയിട്ടുള്ള ഭഗവാൻ അവസാനം ധ്രുവന് ധ്രുവപദത്തെ ദാനം ചെയ്തു എന്ന് പറയണം. അങ്ങനെ സപ്തർഷികളും ധ്രുവനെ വാഴ്ത്തി സ്തുതിക്കാൻ ഇടയായി എന്ന് പറയണം. അപ്പോൾ ഭഗവാനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും എത്രയോ ഉപരിയാണ് ഭഗവാൻ നമുക്കായിട്ട് തരുന്നത്. ആത്മാർത്ഥമായ ആ പ്രാർത്ഥനയും ഭഗവാനോടുള്ള പ്രേമഭക്തിയും ഉണ്ടെങ്കിൽ ഭഗവാൻ എന്തു തന്നെ നമുക്ക് തരില്ല എന്നാണ് പറയുന്നത്. കേവലം നശ്വരങ്ങളായതിനേക്കാളും എത്രയോ ഉപരിയായിട്ട് ആ ധ്രുവപദത്തെ നൽകി. ഇന്നും നമ്മൾ ആ ധ്രുവനെ അനുസ്മരിക്കുന്നു, നക്ഷത്രത്തെ നോക്കണു നമ്മൾ അല്ലേ, അത് കാണുന്നത് തന്നെ ദർശനം പുണ്യം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്രയും വലിയ ഉന്നതിയിലേക്ക് ഭഗവാൻ ഉയർത്തുന്നു എന്ന് പറയാം. പിന്നീട് വേനൻ എന്ന രാജാവ് സദാചാരത്തെയൊക്കെ വെടിഞ്ഞിട്ട് ലോകത്തെ ഉപദ്രവിച്ചു തുടങ്ങിയപ്പോൾ ആ ബ്രാഹ്മണരെ അദ്ദേഹത്തിനെ ഉപദേശിക്കാൻ നോക്കി. അപ്പോൾ അദ്ദേഹത്തിനെ ഉപദേശിക്കാൻ നോക്കിയപ്പോൾ ബ്രാഹ്മണരെയൊക്കെ പരിഹസിച്ചു. അപ്പോൾ അവരുടെ ഒരു ഹുങ്കാര ശബ്ദത്തിൽ കൊണ്ട് ഉണ്ടായി അവരുടെ ഉള്ളിൽ നിന്ന്. അതുകൊണ്ട് വേനൻ അവിടെ മരിച്ചു വീണു. ഇനിയിപ്പോൾ ലോകത്തെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ തന്നെ വേണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാവരും കാത്തിരുന്നു. ഈ വേനൻ്റെ ശരീരത്തിനെ എണ്ണത്തോണിയിൽ വച്ചിരുന്നു. ആ ശരീരം തന്നെ മഥനം ചെയ്തപ്പോൾ ആ വേനൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പൃഥു എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു. നോക്കൂ, എത്രയോ ദുഷ്ടനാണ് വേനൻ്റെ ദുഷ്ടത്തരം കൊണ്ട് എല്ലാവരും പൊറുതിമുട്ടി, എല്ലാവരെയും ഉപദ്രവിക്കുക, കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കെട്ടിൽ പിടിച്ചിട്ടിട്ട് തള്ളിയിട്ട് കൊല്ലുക, അവർ ശ്വാസം മുട്ടണയൊക്കെ കാണുമ്പോൾ സന്തോഷിച്ച് ചിരിക്കുക, തീയിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിടുക, മറ്റുള്ളവരെയൊക്കെ ദ്രോഹിക്കുക, ഓരോരുത്തരുടെ ഭക്ഷണത്തിലൊക്കെ ഇതൊക്കെ ഓരോന്ന് വാരിയിട്ടിട്ട് അതൊക്കെ എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ പറ്റും, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പറ്റും, അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് സന്തോഷിക്കുക, എല്ലാവരുടെ കയ്യിൽ നിന്നും എല്ലാം
വിധത്തിൽ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവരിക. അങ്ങനെ വളരെയധികം ദ്രോഹം എന്ന് പറഞ്ഞാൽ ഇത്രയും ദ്രോഹമുള്ളൊരു കുട്ടിയില്ല. അത് അങ്ങനെയായിരുന്നു ആ വേനൻ. ആ വേനൻ്റെ ഉള്ളിൽ നിന്ന് വേനൻ്റെ ശരീരം കടഞ്ഞപ്പോൾ ആ വേനനിൽ നിന്ന് ആരുണ്ടായി? പൃഥു എന്ന ഭഗവാൻ പൃഥു എന്ന പേരിൽ അവതരിച്ചു. ഭഗവാന്റെ അംശം ആ വേനലിലുണ്ടായി അല്ലേ. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലും ഈ കഥകളെ കൊണ്ട് എന്താ പറയണത്? നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും രണ്ട് ഭാവമുണ്ട്, ഈശ്വരഭാവമുണ്ട്, ആസുരിക ഭാവമുണ്ട്. ആ ആസുരിക ഭാവത്തിന് ശക്തി കൂടുമ്പോൾ ഈശ്വരഭാവത്തിന് മങ്ങലേൽക്കുക ചെയ്യണേ. അപ്പോൾ ആ ഈശ്വര ഉപാസന കൊണ്ട് മാത്രമേ ആസുരിക ഭാവത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വരഭാവം ഉണർത്തണമെങ്കിൽ സദാ ഈശ്വര കഥകളെ കേട്ട് ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ക്ഷേത്രോപാസനകളും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ആ ഈശ്വരഭാവത്തെ ഉണർത്തുക ചെയ്യുന്നത്. അപ്പോൾ ആസുരിക ഭാവം തനിയെ തന്നെ അത് ഇല്ലാണ്ടാവും. ആദ്യമൊക്കെ നമുക്ക് വളരെ പ്രയാസമാവും. കാരണം അതാണ് ദേവാസുര യുദ്ധം എന്നൊക്കെ പറയണതിൻ്റെ ഒരു തത്വം അതാണ്. ആദ്യമൊക്കെ നമുക്ക് വളരെ പ്രയാസമാവും നമുക്ക് ജയിക്കാനൊക്കെ. ഈ നമ്മുടെ ഉള്ളിലുള്ള ആ ആസുരികമായിട്ടുള്ള ബുദ്ധി പല വിധത്തിലും പ്രവർത്തിച്ച് നമ്മളുടെ സാധനയ്ക്കൊക്കെ വിഘ്നം വരുത്താനായിട്ട് നോക്കും. പക്ഷേ ആ ഭഗവാനിൽ അടിയുറച്ച ആ ഭക്തി ഉണ്ടെങ്കിൽ ആ ധ്രുവനെ പോലെ നമുക്കത് ആ ഈശ്വരനെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ആ പൃഥു എന്ന ഭഗവാൻ ലോകത്തിൻ്റെ ക്ഷേമത്തിനായിട്ട് വന്നു. അങ്ങനെ ആ ഭൂമിയിൽ മറഞ്ഞു കിടന്നിരുന്ന ആ ധനധാന്യാദി ദ്രവ്യങ്ങളെ കറന്നെടുത്തു എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയാക്കി തീർത്തു എന്ന് പറയാണ്. അതിനുശേഷം പിന്നെ പറയണത് ഋഷഭാവതാരത്തെയാണ്. ഭഗവാൻ നാഭി എന്നു പേരായ രാജാവിൻ്റെ പത്നിയായ സുദേവിയിൽ നിന്ന് ഋഷഭൻ എന്ന പേരോട് കൂടിയിട്ടാണ് പിന്നെ അവതരിച്ചു. ഋഷഭൻ എല്ലാത്തിനെയും ബ്രഹ്മമായിട്ട് കാണുന്നതാണ്. ആ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ആത്മാവിൽ നിന്ന് ഒരിക്കലും ശരീരമാണ് ഞാൻ എന്നുള്ള ബോധമില്ല, ആത്മാവിൽ തന്നെ ഉറച്ചിരിക്കുകയായിരുന്നു. ഒന്നിനോടും ബന്ധമില്ലാണ്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിയിട്ട് ജഡനെ പോലെയൊക്കെ ജീവിച്ച് ലോകത്തിന് തൻ്റെ മക്കളിലൂടെ തന്നെ തത്വോപദേശമൊക്കെ നൽകി പരമഹംസന്മാരെ സംബന്ധിച്ചിട്ടുള്ള മുക്തി പ്രാപിച്ചു എന്നുള്ളത് പറയുന്നു. ലോകത്തന്മയ്ക്കായിക്കൊണ്ടാണ്. സ്വന്തം ശരീരത്തിനെ കാട്ടുതീയിൽ അകപ്പെടുത്താൻ പോലും കാരണം മറ്റുള്ള സർവഭൂത ദയാണ്. കാരണം ഒരു കാട്ടുതീ പിടിച്ചപ്പോൾ അവിടെ പെട്ട അനേകം പക്ഷിമൃഗാദികൾ വെന്തരിയണത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് കാരുണ്യം തോന്നി. ഇദ്ദേഹം കൂടി അതിൻ്റെ ഉള്ളിൽ ചെന്ന് നിന്നു. അപ്പോൾ ഈ ഇദ്ദേഹത്തോടൊപ്പം ആ ശരീരം ഉപേക്ഷിച്ച എല്ലാവരും ജീവൻ മുക്തരായിട്ട് തീർന്നു. അങ്ങനെയുള്ള കാരുണ്യം വരെയാണ് ഈ ഋഷഭ യോഗീശ്വരൻ്റെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കണത്. പിന്നീട് ആ സ്വർണം പോലെ നിറമുള്ളതും ആയിട്ടുള്ള ആ വേദത്തിൻ്റെയും വേദം യാഗം സകല ദേവത യജ്ഞമൊക്കെ അതിൻ്റെയൊക്കെ സ്വരൂപം ഇതിൻ്റെ എല്ലാം സ്വരൂപമായിട്ടുള്ള യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാൻ പ്രത്യക്ഷമായിട്ട് കുതിരയുടെ മുഖത്തോട് കൂടിയിട്ടുള്ളത് കൊണ്ട് ഹയഗ്രീവൻ എന്ന പേരോട് കൂടിയിട്ട് ആ യാഗത്തിൽ നിന്ന് ഭഗവാൻ അവതരിച്ചു. ആ ഹയഗ്രീവൻ്റെ ശ്വാസത്തിൽ നിന്ന് ആ വേദവാക്കുകളൊക്കെ ഉണ്ടായത് ഹയഗ്രീവൻ്റെ ശ്വാസത്തിൽ നിന്നാണ് എന്ന് പറയണു. അതിനുശേഷം പിന്നീട് ആ മത്സ്യാവതാരത്തെ പറ്റി പറയണു. യുഗാവസാനത്തിലെ പ്രളയകാലത്ത് വൈവസ്വത് മനു ആവാൻ പോകണ സത്യവ്രത മഹാരാജാവിന് ദർശിക്കപ്പെട്ട ഭൂമിയെ പ്രധാനമായിട്ട് അതായത് സത്യവ്രത മഹാരാജാവ് ഒരിക്കൽ ഈശ്വരനെ രാവിലെ ആ സൂര്യ നമസ്കാരം ചെയ്ത് തർപ്പണം ചെയ്യുന്ന സമയത്ത് തൻ്റെ കയ്യിലേക്ക് തർപ്പണം ചെയ്യാനായിട്ട് ജലം എടുത്തപ്പോൾ ഒരു മത്സ്യക്കുഞ്ഞ് വന്നു എന്നും ആ മത്സ്യക്കുഞ്ഞിനെ വീണ്ടും ആ ജലത്തിൽ ഉപേക്ഷിക്കാൻ പോയപ്പോൾ അത് കരഞ്ഞു പറഞ്ഞു, എന്നെ രക്ഷിക്കണം, ഇവിടുത്തെ വലിയ മൃഗങ്ങൾ എന്നെ വധിക്കുന്നു പറഞ്ഞപ്പോൾ അത് ആ കമണ്ടല്ലൂലിട്ട് കൊണ്ടുപോയി. പിന്നെ അത് പെട്ടെന്ന് വളർന്നപ്പോൾ കമണ്ടല്ലൂല് പറ്റാണ്ടായി ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ടു, അതും വളർന്നു. പിന്നെ കിണറ്റിലിട്ടു, അതും വളർന്നു. തടാകത്തിലിട്ടു. അങ്ങനെ അവസാനം കടലിൽ കൊണ്ടുവന്ന് ഇടാൻ പോയപ്പോൾ അത് പറഞ്ഞു, എന്നെ വലിയ മത്സ്യങ്ങൾ വിഴുങ്ങുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആ രാജാവ് ചോദിച്ചു, അങ്ങ് ആരാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറയണു,
ഭഗവാൻ പറയണതാ ഈ പ്രളയാവസാന സമയത്ത് ഞാനിതാ വരും, ഒരു ഒറ്റ ഏകശൃംഖധരനായിട്ട് ഒരു ഒറ്റക്കൊമ്പുള്ള ഒരു മത്സ്യമായിട്ട് പ്രളയജലത്തിലൂടെ ഞാൻ വരും. അപ്പോൾ ഈ ഭൂമിയെ എന്താക്കണം, തോണിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സപ്തർഷിമാരും ഔഷധികളെയൊക്കെ കൊണ്ട് കയറണം എന്നൊക്കെ പറയും. അങ്ങനെ വന്ന് മത്സ്യസ്വരൂപനായിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തിന് ഉപദേശങ്ങളൊക്കെ നൽകും. മത്സ്യപുരാണം എന്നാണ് അതൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മത്സ്യ അവതാരത്തെയും ആരോട് പറഞ്ഞു കൊടുത്തു? നാരദരോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ പറഞ്ഞു ദേവന്മാർ ഒരിക്കൽ ദേവേന്ദ്രൻ്റെ പ്രവൃത്തി നിമിത്തം ദുർവാസാവിൽ നിന്ന് ശാപം ഇപ്പോൾ ദേവന്മാർക്കൊക്കെ ജരാനരകൾ ബാധിച്ചു. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പാലാഴി മഥനം മാത്രമേ ഉള്ളൂ. പാലാഴി മഥനം ചെയ്ത് അമൃതിനെ സ്വീകരിച്ച് അമൃത് ഭക്ഷിച്ചാൽ മാത്രമേ ജരാനരകൾ മാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് അസുരന്മാരെയും കൂട്ടുപിടിച്ചിട്ട് ആ പാലാഴി മഥനം ചെയ്യുന്ന സമയത്ത് ആ മൈനാക പർവ്വതമാണ് കടകോലായിട്ട് ഉപയോഗിച്ചിരുന്ന മൈനാക പർവ്വതം അടിയിലേക്ക് താന്നു പോയപ്പോൾ അവിടെ നിന്ന് കൂർമ്മസ്വരൂപനായിട്ട് ഭഗവാൻ വന്ന് ആ മൈനാക പർവ്വതത്തെ ഉയർത്തി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കൂർമ്മസ്വരൂപത്തെ സ്വീകരിച്ചു എന്നുള്ളത് പറയണു. പിന്നെ ദേവന്മാർക്കുണ്ടായ മഹാഭയത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? കാരണം എങ്ങനെയാണ് ഭയം ഉണ്ടായത്? ഹിരണ്യകശിപു എൻ്റെ ഉപദ്രവം മൂലം ദേവന്മാർക്കും മനുഷ്യന്മാർക്കും ഭക്തന്മാർക്കൊക്കെ ഉപദ്രവമായിട്ട് തീർന്നു. അങ്ങനെ തൻ്റെ ആർക്കൊക്കെ ഉപദ്രവം ഉണ്ടായാലും തൻ്റെ ഭക്തനെ ഉപദ്രവിച്ചാൽ അവിടെ അതെനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉപദ്രവം സ്വന്തം പുത്രനായ പ്രഹ്ലാദനിലേക്ക് പോലെ ചെന്ന് പെട്ടപ്പോൾ പ്രഹ്ലാദന് വേണ്ടിയിട്ട്, ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്, അസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചു എന്ന് പറയണം. അപ്പം അങ്ങനെ ആ ഹിരണ്യകശിപുവിനെ വധിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ നരസിംഹമൂർത്തിയുടെ അവതാരത്തെ പറ്റി പറയണു. പിന്നീട് തൻ്റെ ഒരു ആനയുടെ കഥ പറയണു. ഗജേന്ദ്രൻ തൻ്റെ ആനക്കൂട്ടങ്ങളോടൊപ്പം ജലത്തിലിറങ്ങിയിട്ട് ക്രീഡ ചെയ്യുന്ന സമയത്ത് ഒരു മുതല കാലിൽ പിടിക്കണു. ആ കാലിൽ പിടിച്ച മുതലയിൽ നിന്ന് വിടിയിക്കാൻ ശക്തിയില്ലാണ്ടായപ്പോൾ പൂർവ്വജന്മസ്മൃതി ഉണ്ടാവുകയും ഭഗവാനെ സ്തുതിക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് അവസാനം താഴ്ന്നു പോണ സമയത്ത് ഒന്നും ഇല്ല, രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാനെ സ്മരിച്ച വഴിക്ക് ഭഗവാൻ അവിടെ ഗരുഡാരൂഢനായിട്ട് അവിടെ ഹരിയായിട്ട് സാക്ഷാൽ ശ്രീഹരിയായിട്ട് അവിടെ വരണു. ആ സമയത്ത് തുമ്പിക്കൈയിൽ തടഞ്ഞ ഒരു താമര എടുത്ത് ഉയർത്തിയിട്ട് ഉറക്കെ നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ കാലിൽ പിടിച്ചതായിട്ടുള്ള മുതല ഹൂഹു എന്നൊരു ഗന്ധർവനായിരുന്നു. ആ മുതലയ്ക്ക് ആദ്യം മോക്ഷം കൊടുത്തുകൊണ്ട് ആ ഗജേന്ദ്രനെ രക്ഷിക്കുന്നതായിട്ടുള്ള ആ അവതാരം, ശ്രീഹരിയായിട്ടുള്ള അവതാരത്തെ പറ്റിയിട്ട് പറയണു. ഹരേ ഗുരുവായൂരപ്പ. ഇനി അടുത്ത ആ ഭാഗം പാരായണം ചെയ്യാം. പറയാണ് ശരിക്കും ഇതിലുണ്ട്. ആഹേതമാദിപുരുഷാഖില ലോകനാഥ തീർത്ഥശ്രവശ്രവണമംഗളനാമധേയ. പറയണു, കേട്ട മാത്രയിൽ മംഗളത്തെ കൊടുക്കാൻ തക്ക വൈഭവമുള്ള നാമത്തോടു കൂടിയ ഭഗവാനെ അങ്ങയെ ഞാനിതാ നമസ്കരിക്കണു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു താമര ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ആ ഹരിയുടെ അവതാരത്തെ കൂടി ആണ് 15ാമത്തെ ആ ശ്ലോകത്തിലൂടെ പറയണത്. ഇനി 16ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. ശ്രുത്വാ ഹരിസ്തോത്രം
അരണാഥിനമപ്രമേയശ്ചക്രായുധ പതകരാജഭുജാതിരൂഢാ ചക്രേണ നക്രവദനം വിനിപാട്യ തസ്മാത് ഹസ്തേ പ്രഗൃഹ്യ ഭഗവൻ കൃപയോജഹാര. അതും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഭഗവാന്റെ ആ രൂപമെടുത്തിട്ട് കെട്ടപ്പുഴയ്ക്ക് ധരണാർത്തിയ അപ്രമേയൻ ചക്രായുധൻ പതകരാജ ഭുജാതിരൂഢൻ ചക്രത്തിനാലെ മുതലത്തല കീറി തുമ്പിക്കയ്യാൽ പിടിച്ചു ഭഗവാൻ കരകേറ്റിയല്ലോ നാരായണ. ആ മട്ടിലാവരതൻ ഓടി വരുന്നതായി കണ്ടാനന്ദമഗ്നനൊരു താമരയാഞ്ഞെടുത്ത് തുമ്പിക്കരത്തിലതുയർത്തിയുറക്കയോതി നാരായണ. അഖില ഗുരോ ഭഗവൻ നമസ്തേ. അങ്ങനെ മുതലയും അതുപോലെ എന്നിട്ട് എന്തു ചെയ്തു? ഗജേന്ദ്രന് സ്വസ്വരൂപം സാരൂപ്യമുക്തി നൽകി എന്നാണ് പറയുന്നത്. 4 പാർഷദന്മാർ ഭഗവാനെ പോലെ ചതുർബാഹുവായിട്ട് മറ്റൊരു ഗരുഡൻ വന്നു. ആ ഗരുഡൻ്റെ പുറത്ത് ഇരുന്നിട്ട് 2 പേരും പരസ്പരം സല്ലപിച്ചുകൊണ്ട് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുന്നതായിട്ടുള്ള ആ ഒരു മനോഹരമായ ചിത്രമാണ് ഇവിടെ പറയണത്. ഇനി അടുത്ത ശ്ലോകം. യായൻ ഗുണൈർ അവരജോപതിതോ സുതാപ്യതിതോ സുതാനാം ലോകൻ വിചക്രമ ഇമാൻ യജ്ഞ അഥാദിയജ്ഞ ക്ഷ്മാം വാമനേന ജഹൃഹേ ത്രിപദാഞ്ജലേന യജ്ഞാമൃതേ പതിചരൻ പ്രഭുവിർന്ന ചാല്യ നാർത്ഥോ പരേരയമുരുക്രമാപാതശൗചം ശിഖാധൃതവതോ വിബുധാധിപത്യം യോ വൈ പ്രതിശ്രുതം ഹൃദേന ചികീർഷിതന്യത് ആത്മാനമംഗശിരസാ ഹരയേ വിമോന ഹരയേ അഭിമേനേ തുഭ്യം ച നാരദ വ്രജം ഭഗവാൻ വിവൃദ്ധ ഭാവേന സാധു പരിതുഷ്ട ഉവാച യോഗം ജ്ഞാനം ച ഭാഗവതം ആത്മസതത്വമേ ദീപം യദ്വാസുദേവ ശരണാ വിദുരജ്ഞസൈവ ചക്രം ദീക്ഷവിഹിതം ദശസുതേജോ മന്വന്തരേഷു മനുവംശതരോഭിവർത്തി ദുഷ്ടേഷു രാജസു ദമം വ്യധിതാ സ്വകീർത്തിം സത്യേ ത്രിപുഷ്ട ഔഷധിം പ്രഥയൻ ചരിത്രൈ തന്യന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിർനാംനാ നൃണം പൂരുരുജം ആശുഹന്തി യജ്ഞേ ച ഭാഗമമുദായുർ അവാവരൂഢ ആയുശ്ച വേദം അനുശാസ്ത്യാവതീര്യ ലോകേ ഛത്രം ക്ഷയായ വിധിനോപഭൃതം മഹാത്മാ ബ്രഹ്മദൃഗ് ഉജ്ജടിതപദം നരകാതിലിപ്സു ഉദ്ധന്യസൗ അവനികണ്ഡകമുഗ്രവീര്യ ശ്രീസപ്തകൃത ഉരുധാര പരശ്വധേന അസ്മത് പ്രസാദ സുമുഖ കലയാ കലേശ ഇച്ഛാഗുവംശാവതീര്യ ഗുരോർനിദേശ തിഷ്ഠാൻവനം സയതിദാനുജ ആവിവേശ യസ്മിൻ വിരുദ്ധ്യ ദശകന്ധര ആത്തിമാർച്ഛത് യസ്മാദാദ് ഉദതിരൂഢ ഭയങ്കവേപോ മാർഗം സപദ്യരിപുരം ഹരവദ്ധിദക്ഷോ ദൂരെ സുഹൃദ്മതിതരോഷ സുഷോണദൃഷ്ട്യാ താദാപ്യമാന മകരോരക നക്രചക്രാവക്ഷസ്ഥലസ്പൃശ രുഗ്നമഹേന്ദ്രവാഹദന്യേർ വിപണ്ഡിത കഗുബ്ജുക്ഷ
ഊഢഹാസം സദ്യോസുഭിസ്സഹ വിനിശ്യേതിദാരഹാർത്തുൻ വിസ്ഫുർജിതൈർധനുഷ ഉച്ചരതോ ജതോധിതന്യ സൈന്യൈ ഭൂമേ സുരേതരവരൂഥ വിമർദിതായ ക്ലേശവ്യയായ കലയാ സിതകൃഷ്ണക്ലേശ ജാതക്കരിഷ്യതി ജനാനുപലക്ഷ്യ മാർഗ കർമാണി ജാത്മ നിബന്ധനാനി തേതോഗേന ജീവശരണം യത് ഉലൂഗികായ തൈമാസികസ്യ ജപത ശകടോപവൃത്ത യദ്രിംഗതാന്തര ഗതേന ദിവിസ്പൃശർവാ ഉന്മൂലനം ത്യുദരഥാർജുനയോർന ഭാവ്യം യദ്വൈ വ്രജേർവഭൂവജ്രപശുൻവിഷായ വിഷതോയപീഥാൻ പാലാന്തുജീവയത് അനുഗ്രഹദൃഷ്ടിവൃഷ്ട്യാ യത് ശ്രദ്ധയേതി വിഷ വീര്യവിലോലജിഹ്വാം ഉച്ചാടയിഷ്യത് ഉരകം വിരഹൻ ഹൃദീനാം തത്കർമ്മ ദിവ്യം ഇവ നിശയാനാം ദാവാഗ്നിനാരുജീവനെ പരിദഹ്യമാനേ ഉന്യേഷ്യതി വ്രജമതോ വസിതാന്തകാലം നേത്രേ പിധായ സഫലോന അധിഗമ്യ വീര്യ ഗൃഹീതയദ്യദ് ഉപബന്ധം അമൂഷ്യമാതാ ഉത്ഭം സുതസ്യാനു നതു തദ് അമൂഷ്യമാതി യദ്ഭൃഞ്ജതോസ്യവദനേ ഭുവനാനി ഗോപി സംവീക്ഷ്യ ശങ്കിതമനാപതിബോധിതാസീത് നന്ദം ച മോക്ഷ്യതി ഭയാദ്വരുണസ്യ പാശാത് ഗോപാൻ ബിലേഷു പീതാന്മയസൂനുനാ ച അന്യാവൃതം നിശയാനം അതിശ്രമേണ ലോകേ വിഗുണ്ട ഉപനേഷ്യതി ഗോകുലം സ്മ ഗോപൈർമകേ പ്രതിഹതേ വ്രജവിപ്ലവായ ദേവേഭി വർഷതി പശുൻ കൃപയാതരിക്ഷു ധാർത്തോഞ്ചലിന്ദം ഇവ സപ്തദാനി സപ്താവർഷോ മഹീന്ദ്രം അനഘൈക കരേ സലീലം ക്രീഡൻ വനേ നിശാകരരശ്മിശൗര്യം രാസോന്മുഖകളപയപദായത മൂർച്ഛിതേന ഉദ്ദീപിത സ്മരരുജം വ്രജബുദ്വധൂനം ഹർത്തുർഹരിഷ്യതി ശിരോദനദാനുഗസ്യ യേ ച പ്രലംബ ഖരദർദുരകേശരിഷ്ട മല്ലേഭകംസയവനാകുജ പൗണ്ഡ്രഗാദ്യ അന്യേ ച ശാല്വകപിബല്വലദന്തവക്ത്ര സപ്തോക്ഷശംബര വിദൂരതരുഗ്മിമുഖ്യ ഏവാമൃതേ സമിതശാലിന ആത്തചാപ കാംബോജമത്സ്യ ഗുരുകൈകയ സൃഞ്ജയാദ്യ യസ്യന്ത്യദർശനമലം ബലഭീമപാർത്ഥ വ്യാജഹ്വയേന ഹരിണാ നിലയം തദീയം കാലേന മീലിതധയം അവമൃശ്യ നൃണാം സ്തോകായുഷം സ്വനിഗമോ ബദദൂരപാര ആവിർഹതസ്തനുയുഗം സഹി സത്യവത്യം വേദദ്രുമം വിടപശോ വിഭജിഷ്യതി സ്മ ദേവദ്വിഷം നിഗമവർമ്മനി നിഷ്ഠദാനം
പൂർഭിർമയേന വിഹിതാഭിർ അദൃശ്യദൂർഭി. ലോകാൻഘ്നതാം അതിവിമോഹമതിപ്രലോഭം വിഷം വിധായ ബഹുഷാദ്യ ഔപധർമ്മ്യം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജ്യേഷ്ഠൻ ഗുണാൽ അവരജൻ പരമാദിയജ്ഞനാദ്യ ആദിത്യരിൽ ദ്രുതമടക്കി ചലാൽ ത്രിലോകം ആവാമനൻ ചെറിയ മൂന്നടി വെപ്പിൽ യാചിക്കായിൽ ഗുണിക്കരികിലെ പ്രഭു തോറ്റുപോകും. ദേവാധിപത്യ ഒരു ക്രമപാദതീർത്ഥം ചൂടും ബലിക്കു പരമം പുരുഷാർത്ഥമല്ല സ്വന്തം പ്രതിജ്ഞ വിഗണിക്കിൽ ഹരിക്കു മുമ്പിൽ കുമ്പിട്ടു നിൽക്കും. അവനോർക്കുക കൂടി വയ്യ. തൽഭക്തി കണ്ടു ഭഗവൻ പരമാർത്ഥനായ ആത്മജ്ഞാനം നിനക്കരുളി യോഗവും ഓർമ്മയില്ലേ. ആ വാസുദേവ കരുണാബല ബുദ്ധി തന്നെയാകുന്നു നാരദ യഥാതഥ ഭക്തിയോഗം. മന്വന്തരത്തിൽ ദിശദിക്കിലും എത്തിടുന്നു ചക്രം കണക്കെ മനുവംശധര പ്രകാശം. ലോകത്രയോപരി നിജപ്രത ചിന്തിടുന്നു സത്യത്തിലും വിദായം. ഭൂമ വിമർദ്ദനത്താൽ ധന്വന്തരി പ്രഥയൊടിദ്ധരിയിൽ പിറന്നു കൈക്കൊൾവിതൊരെ അമൃതായു സുയജ്ഞഭാഗം. നാമം മുഖേന രുചയാകെ അകറ്റിയായുർ വേദാനുശാസനയോട് ഭഗവാൻ ജൈവിപ്പോ. ബ്രഹ്മദ്രുജുഗുൽസ്ഫിതപഥം നരകാതിലിപ്സു നാശപ്രദം ധരണി കണ്ടകമായ ക്ഷത്രം. ഉഗ്രവ്രതേന ഭഗവാൻ 21 വട്ടം തകർത്തിതു രുധാര പരശ്വതാൽ. അസ്മൽ പ്രസാദമുഖൻ കലയാൽ കലേശൻ നിക്ഷാഗുവംശകഥനായി ഗുരു ചൊന്ന മട്ടിൽ പൂഗീവനം സദയിതാനുജനായി അവങ്കൽ ശത്രുത്വമാർന്ന ദശകന്ധരനാഥനായി. രുദ്രൻ കണക്കി അരിപുരം ചുടുവാൻ ധരിച്ചു പത്നി വിയോഗ ഹൃദരോഷ സുശോണദൃഷ്ടി. താതപ്യമാന മകരോരക നക്രചക്രന്മാർഗം കൊടുത്തു കടൽ ഊഢഭയങ്കവേപൻ മാറിൽ തടഞ്ഞു പൊടിയായ മഹാമഹേന്ദ്രവാഹന്താഭ ചിന്തിടിന ദിക്കുകളെ ഭരിപ്പോൻ. സീതാപഹാരി പടയൊത്തു ജരിപ്പതാഗർവിഷ്ടനെ ജീവനൊരു ഞാണലിയു പോലൊടുങ്ങും. ദൈത്യേയ വംശ വിമർദ്ദിത ഭൂമി ഭാരം പോകുന്നതിനു ബലരാമസമേതനായി ജാതൻ ബഹുക്രിയ ജനാനുപലക്ഷ്യമാർഗം ചെയ്യും. ഐശ്വര്യബലത്തെ വെളിപ്പെടുത്താൻ ത്രൈമാസികന്നു ശകടാഗതി ചെയ്യുവാനും ബാലന്നു പൂതനയിൽ നിന്ന് ഉയരൂറ്റുവാനും മാനം തളിച്ചു വളരും മരുതും പുഴക്കി വീഴ്ത്താനും എങ്ങനെ കഴിഞ്ഞിടും അവയല്ല എങ്കിൽ. അമ്പാടിയിങ്കൽ വിഷനീരു കുടിച്ച ഗോപർക്കെ അതു അമൃതിനാൽ ഉയിർ വീണ്ടു കിട്ടി. കണ്ണമൃതിനാൽ ഉയിർ വീണ്ടു കിട്ടി. ആറ്റിനകത്തു വിഷനാവു ചുഴറ്റിടും സർപ്പത്തെ തുരത്തി ജലശുദ്ധി വരുത്തി ഓരോ
രാത്രി ഗോപസുഖനിദ്ര വരിക്ക് മുഞ്ഞക്കാട്ടിൽ പടർന്ന് വനവഗ്നിയിലാർത്ഥനായി പാചാവാനൊരുങ്ങിയവതൻ മിഴിയൊന്നടപ്പിച്ച് ഏട്ടനൊത്തവരെ മൃത്യുവിൽ നിന്നകറ്റി കെട്ടുന്നിതമ്മ മകനെ കയർ കൊണ്ടു, പക്ഷേ കിട്ടിയില്ല ഒന്നിനുമെന്നു ഖേദം. പെട്ടെന്നു പുത്രനുളവായൊരു കോട്ടുവായ ഞെട്ടുന്നു വായിലൂലകപ്പടി കാണുമമ്മ. നന്ദന്നിവൻ വരുണപാശ ഭയം കെടുക്കും, ഗോപർക്കു ആയി ബലിമോചനവും കൊടുക്കും. അധ്വാനവൃത്തി അഗാധ നിദ്ര ഗോകുലത്തിനു വിഗുണ്ടപദം ലഭിക്കും. യാഗം മുടക്കിയതിനാൽ പ്രതികാരി ഇന്ദ്രൻ പെയ്യിച്ചിടും മഴയിൽ മാഴ്കിന ഗോകുലത്തെ രക്ഷിക്കുവാൻ മല ചുമന്നിടും. 7 നാളേഴണ്ടെത്തിയോൻ അഖദക്ഷിണ പാണിയാലേ. രാസോന്മുഖൻ കുലപതായതമൂർച്ഛമൂലം മാരാത്തരാസകലവിക്കുവനത്തിലെത്തി. തൂവെണ്ണിലാവലിയും വ്രജകന്യമാരെ ദ്രോഹിച്ച യക്ഷ സഹജാതനെ നിഗ്രഹിക്കും. ഏവം പ്രലംബകരദൂരക കേശരിഷ്ട മല്ലേഭകംസ കുജപൗണ്ഡ്രകയവനാദ്യർ എന്നല്ല ശാല്യുക പിബ്വലദന്തവക്ത സപ്തോക്ഷ ശംഭര വിദൂരധരുക്മിമാരും യുദ്ധക്കളങ്ങളിൽ വിളങ്ങിടുമാതയാപൻ കാംഭോജമത്സ്യ കുരുകൈകയ സൃഞ്ജയാതി. എല്ലാവരും ധരവിടും ബലഭീമ പാർത്ഥ വ്യാജഗൃഹയൻ്റെ ഹരിതൻ്റെ ഗൃഹത്തിലെത്തും. ശ്രീഹരയേ നമ. ആയസ്സോധീവ കുറഞ്ഞു വരും മനുഷ്യർക്കാവില്ലഭിൻ തന്നഭിമതം മുഴുവൻ ഗ്രഹിക്കാൻ എന്നോർത്തു സത്യവതിയിലാവതീർണനീശൻ വേദദ്രുമം വിവിധ ശാഖകളിൽ പകുക്കും. ആംനായ മാർഗപരിദുഷ്ടനായി മയൻ്റെ കാണപ്പെടാത്ത ബഹുശീഘ്ര വിമാനമേറി ലോകം തകർക്കും അസുരാവലി വിഭ്രമിക്കും. വേഷത്തിൽ ഈശനുരിയാടിടും ഔപധർമ്മം. ശ്രീഹരയേ നമ. ആ അവതാരങ്ങളുടെ ഓരോരോ കഥകൾ പറഞ്ഞു തരികയാണ് നമുക്ക്. അപ്പോൾ ഈ ഭഗവാൻ ശ്രീഹരിയായിട്ട് വന്നിട്ട് ഗജേന്ദ്രന് മോക്ഷം കൊടുത്തു. അതോടൊപ്പം തന്നെ ഹുഹു എന്ന ഗന്ധർവന് മോക്ഷം കൊടുത്തതിന് ശേഷം പിന്നീട് പറയണത് അദിതിയുടെ പുത്രന്മാരായിട്ടുള്ള ദ്വാദശാദിത്യന്മാരിൽ വെച്ചിട്ട് വയസ്സുകൊണ്ട് തണവനെങ്കിലും ഗുണങ്ങൾ കൊണ്ട് എത്രയും ഉയർന്നവനാണ്. അതുകൊണ്ട് വാമനൻ എന്ന പേരോട് കൂടിയിട്ട് അതിഥിയിൽ നിന്ന് അവതരിച്ച ഭഗവാൻ മഹാബലിയുടെ സത്രത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? 3 അടി മണ്ണ് യാചിച്ചു.
മഹാബലി പലതും പറഞ്ഞു നോക്കി. 3 അടി വന്നുകൊണ്ട് എന്താ കാര്യം, എന്ത് വേണമെങ്കിലും തരാം, ഞാൻ ഈ ലോകത്തിൻ്റെ ഏകൻ ലോകാനാം ഏകമീശ്വരം, ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാത്തിനും അധിപനായിട്ട്, ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിപൻ ഞാനാണ്, എന്നോട് ചോദിച്ചിട്ട് വേറെ ആരോടും ഒന്നും ചെന്ന് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഭഗവാൻ വേറെ ഒന്നും വേണ്ട, എനിക്ക് 3 അടി മണ്ണ് മാത്രം മതി, 3 അടി കൊണ്ട് സംതൃപ്തിപ്പെടാൻ സാധിക്കാത്തവൻ ഈ 3 ലോകം ലഭിച്ചാലും സംതൃപ്തി ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ 3 അടി മണ്ണ് 3 അടി മണ്ണ് നൽകാമെന്ന് മഹാബലി അദ്ദേഹത്തിന് സത്യം ചെയ്തു കൊടുത്തു, ദാനം ചെയ്യാനായിട്ടുള്ളതെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ ആ മഹാബലി ചെയ്ത പ്രതിജ്ഞ അതിനുശേഷം മഹാബലി അറിയണു അത് സാക്ഷാൽ ശ്രീമൻ നാരായണൻ തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണ് വന്ന് ചോദിക്കണതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭഗവാന് വേണ്ടിയിട്ട് നമ്മളിതാ അവിടെ യജ്ഞങ്ങളും പൂജയൊക്കെ ചെയ്യണം, അപ്പോൾ ഭഗവാൻ നേരിട്ട് തന്നെ അത് സ്വീകരിക്കാൻ വന്നാൽ ഇതിൽ പരം ഭാഗ്യം എന്തുണ്ട്, എന്നെ അപ്പോൾ പറഞ്ഞു നിന്നെ ഇത് ചതിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗുരുനാഥനോട് പറയും, ഗുരുനാഥ എന്ത് തന്നെ അകപ്പെട്ടാലും ഞാൻ സത്യം ലംഘിക്കില്ല എന്നെല്ലാം പറയുന്നു. അപ്പോൾ അഹങ്കാരത്തിൻ്റെ കാരണമായിട്ട് തരുന്ന ഐശ്വര്യങ്ങളെല്ലാം ആരുടെ ഒരു ഗുരുനാഥൻ്റെനോടുള്ള ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും അധികം ഐശ്വര്യം ഉണ്ടായത്. ആ ഗുരുനാഥൻ നൽകിയ അനുഗ്രഹം കൊണ്ടുണ്ടായ ഐശ്വര്യങ്ങളെ കൊണ്ട് അഹങ്കാരം മൂത്ത് വെറി പിടിച്ചിട്ട് നശിക്കാനൊരുങ്ങുന്നത് കണ്ടപ്പോൾ ഗുരുനാഥന് തന്നെ അത് വിഷമായിട്ട് തീർന്നു. അപ്പോഴാണ് ഭഗവാന്റെ വരവ്. അപ്പോൾ ഗുരുനാഥൻ അത് തന്നെയാണ് അവസരം എന്ന് കണ്ടിട്ട് ആ ഐശ്വര്യത്തെയെല്ലാം തിരിച്ച് എന്നിൽ നിന്നുണ്ടായ എല്ലാ ഐശ്വര്യങ്ങളും ഇല്ലാണ്ടാവട്ടെ എന്ന് തിരിച്ചെടുത്ത് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അവിടെ. അതിന് ശേഷം ഭഗവാൻ അതിനോട് 2 അടി കൊണ്ട് സർവവും വളർന്നെടുത്തിട്ട് 3ാമത്തെ അടി വയ്ക്കാൻ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ഭഗവാനോട് പറയണു, ഈ ശരീരവും മണ്ണ് തന്നെയാണ്, മണ്ണാണല്ലോ ഞാൻ പറഞ്ഞത്, അപ്പം അങ്ങ് എനിക്ക് സത്യലംഘനം വരരുത്, എൻ്റെ ശിരസ്സിൽ പാദം വച്ചിട്ട് അങ്ങ് അനുഗ്രഹിക്കൂ, ഇത് അളന്നെടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സത്യത്തിനെ ലംഘിക്കാതിരിക്കാൻ 3ാമത്തെ അടിയും അളന്നെടുത്തതിന് ശേഷം ആ മഹാബലിക്ക് അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ട് സുതലം എന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുപോകണു. അവിടെ ദേവന്മാർ പോലും കൊതിക്കുന്നതാണ് സുതലം. അവിടെ ആ ഭക്തന് കാവലായിട്ട് വാമനമൂർത്തി സ്വരൂപനായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നു. ആ അവതാരത്തെയും ഇവിടെ ചെറിയ രീതിയിൽ സൂചിപ്പിച്ചു. പിന്നെ ഹംസാവതാരത്തെ പറയണു, അങ്ങയുടെ ഭക്തിയിൽ സന്തോഷിപ്പിച്ച ഭഗവാൻ അങ്ങയ്ക്ക് ആത്മതത്വത്തെ വിശേഷമായിട്ട് പ്രകാശിപ്പിച്ചതും ആ ഭഗവാനെ സംബന്ധിച്ചുള്ള ജ്ഞാനവും ഒക്കെ ഉപദേശിച്ചില്ലേ, ആ വാസുദേവൻ തന്നെയാണ് ഹംസ അവതാരത്തെക്കുറിച്ചിട്ട് പറയണു. മനുവിൻ്റെ പരമ്പരയെ നിലനിർത്താനായിട്ട് മനുരൂപത്തെ സ്വീകരിച്ച ഭഗവാൻ 10 ദിക്കുകളിലും വ്യാപിച്ച തേജസ്സോട് കൂടിയിട്ട് ആ മന്വന്തരങ്ങളെയൊക്കെ ധരിച്ചുകൊണ്ട് 3 ലോകങ്ങളിലെയും എല്ലാ ലോകങ്ങളെയും സത്യലോകത്തെയും തൻ്റെ മനോഹരമായ കീർത്തിയെ വ്യാപിച്ചുകൊണ്ട് ദുഷ്ടന്മാരായ രാജാക്കളങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു എന്ന് പറയാണ്. പിന്നെ ഭഗവാൻ തന്നെ കീർത്തി സ്വരൂപനായിട്ട് ധന്വന്തരി എന്ന പേരോട് കൂടിയിട്ട് അവതരിച്ചു. ആ രോഗങ്ങളായിട്ട് വലയുന്നവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കാൻ ധന്വന്തരി സ്വരൂപനായിട്ട് ദിവ്യ ഔഷധങ്ങളോട് കൂടിയിട്ട് വന്ന് അവതരിച്ചു എന്ന് പറയണു. അതുകൂടാണ്ട് ലോകത്തിൻ്റെ നാശത്തിനായിക്കൊണ്ട് വധിക്കപ്പെട്ട അതും സന്മാർഗത്തെ തെറ്റി നടക്കുന്നതും നരകത്തെ ഭയല്ലാണ്ടൊക്കെ നടക്കണ്ടല്ലോ, അങ്ങനെയുള്ള അവരെയൊക്കെ ആസുരഭാവമുള്ള ക്ഷത്രിയന്മാരെയൊക്കെ വധിച്ചിട്ട് ആ ലോകത്തെ രക്ഷിക്കാനായിട്ട് പിന്നീട് പരശുരാമൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു എന്ന് പറയാണ്. അതിനുശേഷം ഭഗവാൻ ശ്രീരാമൻ എന്ന പേരിൽ അവതരിച്ചിട്ട് ഭൂഭാരം തീർക്കണം എന്ന് അപേക്ഷിച്ചപ്പോൾ രാവണാദി രാക്ഷസന്മാരെയൊക്കെ വധിക്കാനായിട്ട് തൻ്റെ പത്നിയായ സീതയെ നിമിത്തമാക്കിക്കൊണ്ട് സീതാപഹരണത്തിലൂടെ സീതയെ നിമിത്തമാക്കിക്കൊണ്ട് യുദ്ധം ചെയ്തിട്ട് ആ ശ്രീരാമസ്വാമി ഈ ലോകത്തെ മുഴുവനും സംരക്ഷിച്ചു എന്ന് പറയാണ്. അത് അടുത്ത 2 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഇത് പറയണത്, ഈ ഒരു ഇത് പറയണത്. അതിനുശേഷം
അതിനുശേഷം ഭഗവാൻ അസുരാംശങ്ങളിൽ ജനിച്ച രാജാക്കന്മാരുടെ സംഘങ്ങളാൽ ദുഃഖിക്കപ്പെടുന്ന ഭൂമിയുടെ ക്ലേശത്തെ തീർപ്പാനായിട്ട് കറുത്ത് ഇരിക്കുന്ന സ്വരൂപത്തോടു കൂടിയിട്ട് വെളുത്തതും കറുത്തതുമായിട്ടുള്ള 2 രൂപത്തെ സ്വീകരിച്ചു. ആ കറുത്ത ഇടതൂർന്ന മുടിയോട് കൂടിയിട്ട് അതിസുന്ദരമായ നയനങ്ങളോട് കൂടിയിട്ട് ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യത്തോടുകൂടി, കറുപ്പാണെങ്കിലും ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയിട്ടും അതുപോലെ വെളുത്ത നിറത്തിലും 2 വിധത്തിൽ രാമനും ബലരാമൻ, ശ്രീകൃഷ്ണൻ എന്നീ പേരുകളോട് കൂടിയിട്ട് തൻ്റെ അവതാരം ഉണ്ടായി എന്ന് പറയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ അവതാര സമയത്ത് പൂതനാവധം, 3 മാസം പ്രായമുള്ളപ്പോൾ ശകരാസുരവധം, അതുപോലെ അമ്മ ഉരലിൽ കെട്ടിയിട്ടപ്പോൾ അത് വലിച്ചു കൊണ്ടുപോയിട്ട് നളഗോപുര മണിഗ്രീവന്മാർക്ക്, മരുതുകളായി നിന്ന നളഗോപുര മണിഗ്രീവന്മാർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അതുപോലെ വ്രജത്തിൽ വസിക്കുമ്പോൾ വിഷം കലർന്ന ജലം കുടിച്ചുകൊണ്ട് പശുക്കളും ഗോപന്മാരൊക്കെ മരിച്ചു വീണപ്പോൾ അവരെ നോട്ടം കൊണ്ട് അവരെയെല്ലാം തൻ്റെ അമൃതമാകുന്ന ഈക്ഷണം കൊണ്ട് അവരെയെല്ലാം ജീവിപ്പിച്ചിട്ട് യമുന അവിടെ ഇറങ്ങി ആ കാളിയനോട് യുദ്ധം ചെയ്ത് കാളിയൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചിട്ട് ആ കാളിയനെ അവിടെ നിന്ന് രമണകദ്വീപിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെ ആ യമുനാ നദിയെ ശുദ്ധീകരിച്ചു. അതും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിലാണ്. പിന്നെ ആ കാളിയനെ പറഞ്ഞയച്ച അന്ന് എല്ലാവരും ഇരിക്കുമ്പോൾ അവിടെ ആ മുഞ്ചാടവിയിലാണ് ഇരുന്നത്. അതായത് ഒരു തരം മുഞ്ചപ്പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. പശുക്കളും ഗോപന്മാരും എല്ലാവരും ഉള്ളപ്പോൾ ഇതിനങ്ങോട്ട് തീപിടിച്ചു. എല്ലാവരും വെന്ത് മരിക്കും എന്ന അവസരത്തിൽ ഭഗവാൻ എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോഴേക്കും അഗ്നിയൊക്കെ പാനം ചെയ്തിട്ട് അവരെ ആപത്തിൽ നിന്നും രക്ഷിച്ചു എന്ന് പറയുകയാണ്. പിന്നെ ആ യശോദയുടെ പുത്രനായിട്ട് ഓരോരോ വികൃതികൾ കാണിക്കുമ്പോൾ ആ ഓരോ വികൃതിയും സഹിക്കാൻ പറ്റാണ്ടായിട്ട് യശോദമ്മ കണ്ണനെ ഉരലിൽ കെട്ടിയിടാനായിട്ട് കയറ് എടുത്ത നേരത്ത് ആ കയറിന് നീളം മതിയാവാത്തത് കൊണ്ട് വിഷമിച്ചു. അതുപോലെ അങ്ങനെ അമ്മയുടെ വിഷമം കണ്ടപ്പോൾ താൻ കെട്ടപ്പെട്ട് കൊടുത്തു. അതുപോലെ മറ്റൊരവസരത്തിൽ മണ്ണ് തിന്നപ്പോൾ അമ്മ വന്ന് പരിഭ്രമിച്ച് വായ തുറക്കാൻ പറഞ്ഞപ്പോൾ വായ തുറന്ന് കാട്ടിയിട്ട് മണ്ണിൽ ആ വായയുടെ ഉള്ളിലെ 7 ഉലകങ്ങളെയും കാണിച്ചു കൊടുത്തു ഭഗവാൻ. അതുപോലെ ഒരിക്കൽ നന്ദഗോപരെ വരുണപാശം ഉപയോഗിച്ചിട്ട് വരുണലോകത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ഭഗവാൻ ചെന്ന് അവിടെ ചെന്നതാ അവിടുത്തെ ആ പൂജയും ആധിപത്യമൊക്കെ സ്വീകരിച്ചുകൊണ്ട് അച്ഛനെയും കൊണ്ട് മടങ്ങി വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഇതെല്ലാം ആശ്ചര്യമായിട്ടുള്ള പല വിധത്തിലുള്ള ലീലകളും ആടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഗോപന്മാർ ഇന്ദ്രന് യാഗം നടത്താനായിട്ട് തീരുമാനിച്ച സമയത്ത് ഇന്ദ്രനല്ല യാഗം ചെയ്യേണ്ടത്, നമുക്ക് പുല്ലും ഒക്കെ തരണതും പശുക്കൾക്ക് വേണ്ട പുല്ലും കാര്യങ്ങളൊക്കെ തരുന്നത് ഗോവർദ്ധന പർവ്വതമാണ്, അതുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെയാണ് പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രന് കൊടുക്കേണ്ട യാഗം കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചു. അങ്ങനെ ആ ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ച സമയത്ത് ഇന്ദ്രൻ കോപം അടക്കാൻ വയ്യാണ്ട് മഴമേഘങ്ങളെ പറഞ്ഞയച്ചു. അങ്ങനെ ആ ഗോകുലം വെള്ളത്തിലേക്ക് താന്നു പോകുന്ന അവസരത്തിൽ ഭഗവാൻ ആ ഗോവർദ്ധനത്തിനെ എടുത്ത് ഉയർത്തിയിട്ട് അതിൻ്റെ ചുവട്ടിൽ വ്രജം മുഴുവനും ആ ഒരു ഗോവർദ്ധനത്തിൻ്റെ ചുവട്ടിൽ മഴയൊന്നും നനയാണ്ട് സുഖമായിട്ട് ആ 7 ദിവസം നിന്നത് 7 നിമിഷങ്ങൾ പോലെയാണ് എല്ലാവർക്കും തോന്നിയത്. അങ്ങനെ ആനന്ദത്തോടു കൂടിയിട്ട് അങ്ങനെ ഇരിക്കുക, ആ കുട പോലെ പിടിച്ച ആ ഒരു അത്ഭുത ലീലയാടി ശ്രീകൃഷ്ണ ഭഗവാൻ. പിന്നെ രാസക്രീഡയാകുന്ന മഹോത്സവത്തിലൂടെ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിരിക്കുന്നത് ഞാൻ തന്നെയാണെന്നുള്ള സത്യത്തെ ഗോപികമാർക്ക് പ്രകാശിപ്പിച്ചു കൊടുത്തു.
അതുപോലെ പ്രലംബൻ മുതലായവർ ബലരാമൻ മുതലായവരാൽ ഹനിക്കപ്പെട്ടു. എന്നാലും ശ്രീകൃഷ്ണൻ്റെ ഒരു അവിടെയും ആ ശ്രീകൃഷ്ണൻ്റെ ഒരു അനുപ്രവേശ നിമിത്തമാണ് അവർക്കതിനൊക്കെ സാധിച്ചത്. ഭഗവാന്റെ എല്ലാവരുടെയും ഉള്ളിലും ആത്മാവല്ലേ, അപ്പോൾ ആ ഭഗവാൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിലും പ്രവർത്തിച്ചത് എന്ന് പറയാണ്. അങ്ങനെ യുഗങ്ങൾ തോറും കാലങ്ങളാൽ കുറഞ്ഞു വരുന്ന ബുദ്ധിയോട് കൂടിയിട്ടും അല്പായസോട് കൂടിയിട്ടും മനുഷ്യന്മാർ ഇരിക്കുമ്പോൾ അതാ വേദം സമുദ്രം പോലെ കര കാണാൻ കഴിയാണ്ട് വരും എന്ന് കരുതിയ ഭഗവാൻ എന്ത് ചെയ്തു? വേദമൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. വേദം എങ്ങനെയാണ് കരയുടെ അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത കടലെങ്ങനെയാണ് താണ്ടുക? അതുപോലെ അതിനേക്കാളും പരിശ്രമമാണ് വേദമൊക്കെ പഠിക്കുക. അത് മനസ്സിലാക്കിയ ഭഗവാൻ എന്ത് ചെയ്തു? സത്യവതിയിൽ നിന്ന് കൃഷ്ണദ്വൈപായനൻ എന്ന പേരോട് കൂടിയിട്ട് ആ വേദവ്യാസനായിട്ട് അവതരിച്ചു എന്ന് പറയാണ്. അങ്ങനെയാണ് അദ്ദേഹമാണ് ഇതുപോലെയുള്ള ഭാഗവതം നമുക്കായിട്ട് തന്നത്. അപ്പോൾ അത് പറയണു. ആ ദേവന്മാരുടെ ശത്രുക്കളും വേദങ്ങളിൽ പറയുന്ന കർമാനുഷ്ഠാനങ്ങൾക്ക് നല്ല വിശ്വാസം ഉറച്ചവരും മയം നിർമ്മിച്ചതും ദേവന്മാർക്കൂടെ കാണപ്പെടുവാൻ കഴിയാത്ത വേഗത്തോടു കൂടിയിട്ടുള്ളതുമായിട്ടുള്ള 3 പുരങ്ങൾ ഉണ്ട്. ആ ലോകങ്ങളിൽ അസുരന്മാരുടെ ബുദ്ധിക്കുള്ള ആ യോഗ്യതയെ നശിപ്പിക്കുന്നതും അയോഗ്യമായ സംഗതിയെ യോഗ്യമാക്കുന്നതുമായിട്ടുള്ള ആ 3 പാഷണ്ഡ വേഷത്തെ ധരിച്ചിട്ട് ഭഗവാൻ അവരെയൊക്കെ അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കണതായിട്ട് പിന്നീട് സജ്ജനങ്ങളുടെ വാസസ്ഥലങ്ങളിൽ ശ്രീഹരികഥാപ്രസംഗം ഇല്ലാണ്ടാവുകയും ബ്രഹ്മക്ഷത്രിയ വൈശ്യന്മാരായിട്ടുള്ളവരുടെയൊക്കെ ഈശ്വരവിശ്വാസം ഇല്ലാണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് ഭഗവാൻ അങ്ങനെ എല്ലാം നശിക്കുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? അത് ഏത് കാലത്താണ് വരിക? കലികാലത്താണ് വരിക. എല്ലാ ഈശ്വരവിശ്വാസവും കുറഞ്ഞു വരിക ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യും? കൽക്കിയായിട്ട് അവതരിച്ചിട്ട് ആ കലിയെ നിഗ്രഹിച്ചിട്ട് ആ സനാതനധർമ്മത്തിൻ്റെ സനാതനധർമ്മം ഒരിക്കലും നശിക്കില്ല, ഇല്ലാണ്ടാവില്ല. അപ്പോൾ നല്ല വെളിച്ചമുള്ള ഒരു വസ്തു, നല്ലോണം പ്രകാശിക്കുന്ന ഒരു കല്ല് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ലിൻ്റെ മുകളിൽ പലതും കൊണ്ടുവന്നിട്ട് അതിൻ്റെ പ്രകാശം പുറത്തേക്ക് കാണാണ്ടാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് ആ കല്ലിൻ്റെ പ്രകാശം ഇല്ലാണ്ടാവില്ല. അപ്പോൾ പുറമേയുള്ള മാലിന്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശം അതുപോലെയാണ് സനാതന ധർമ്മം. അതിന് മങ്ങലേറ്റു എന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കാനായിട്ടാണ് ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കും എന്നുകൂടി പറഞ്ഞു. ഇനി അടുത്ത ഭാഗം നമുക്ക് വായിക്കാം. 38ാമത്തെ ശ്ലോകത്തിലാണ് സൽസന്മവും ഹരിവിചാര വിരുദ്ധമായാൽ പാഷണ്ഡരം ദ്വിജർ ഉടൻ വഷളന്നദേവൻ ആയജ്ഞമന്ത്രമധുരശ്രുതികളറ്റ നാളിൽ കൽക്കിസ്വരൂപനണയും കലിമുത്തിടുമ്പോൾ. ആ ഒരു ശ്ലോകം കൂടി നമ്മളത് പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യർഹ്യാലയേഷ്വപി സതം നഹതേ ഹരേ കഥാസു പാഷണ്ഡിനോ ദിജിന വൃഷാള ദ്വിജജനാ വൃഷളാ നൃദേവ സ്വഹാ സ്വദാ വഷടി ഇതി സ്മാ ഗിരോ നയത്ര ശാസ്താ ഭവിഷ്യതി കലേർഭഗവൻ യുഗാന്തേ സർഗേ തപോഹം ഋഷയോ നവയേ പ്രജേശാസാനേ ച ധർമ്മ മഖമന്വരാവനീശ അന്തേ തു ധർമ്മഹരമന്വശാസുരദ്യ മായാവിഭൂതയ ഇമാം പുരശക്തിഭാജ വിഷ്ണോർന്നു വീര്യഗണം കഥമോർഹതീഹ യപ്പാർത്ഥിവാന്യപി കവിർവിമമേ രജംസി
चास्कम्बया स्वरहंस स्खलदात्रिविष्टं यस्मात् समात्रिसाम्य सनदात् उरुगम्बयानं नान्दं विदाम्यहं मुनयोग्रजादे मायाबलस्य पुरुषस्य कुतो वरे ये गायन् गुणान् दशशताननादिदेवाशेषोऽधुनापि समवस्यति तानास्य पारम् येषां स एव भगवन् दययेद् अनन्ता सर्वात्मना सितपतो यदि निर्वलीकं ते दुस्तरां मतितरन्ति च देवमायां नैषां ममाहमदि अदितीश्वर शृगालपक्षे देवाहमम्ब अङ्गपरमस्य हि योगमायां यूयं भवश्च भगवन् यथा भगवन् अथ दैत्यवर्या पत्नी मनोज च मनुश्च तथात्मजाश्च प्राचीनबर्हिर्षु ऋभुरङ्ग उदध्रुवश्च इक्षागुर् ऐलमुकुन्द विदेहि गाद्ये अम्बरीच सगरागया नाहुषाद्या मान्धादलर्क शतधन्वना दन्ति देवव्रतो बलिर् अमूर्तिरयो दिलीपा सौभर्यदङ्ग शिबि देवलपिप्पलादा सारस्वतोद्धव पराशर पूरिषेण यन्ये विभीषण उपेन्द्रदत्ता पार्थाष्टिवेशण विदूरसुतदेव वर्यां ते वै विदन्त्यति तरन्ति च देवमायां श्रीशूद्रहूणशपरा अभिजाभजीव यद्यद्भुतक्रमपरायण शीलशिक्षा त्यज्यञ्जना अपि किमुषुध धारणाय श्रीहरये नमः श्रीहरये नमः श्रीहरये नमः शश्वत्प्रशान्तमभयं बधिबोधमात्रं शुद्धं समं परमात्मतत्त्वं शब्दो न यत्र पुरुगारवान् क्रियार्थोय माया परैत्यभिमुखे च विलिज्यमानो तद्वै पदं भगवतस्य परस्य पुंसो ब्रह्मेति यद्विदुर अजस्र सुखं विशेष्यं तद्यात् सद्र्यङ्नियम्य यतयो यमगर्तहेदीषु जह्यूस्वराडीव निबान घनित्रमिन्द्र सश्रेयसामपि विभुर्भगवान् यदोऽसृभावस्य भाव विहितस्य सदप्रसिद्धि देहे सुधातृनिगमेनो विशीर्यमाणे व्योमेव तत्र पुरुषो न विशीर्यते च सोऽयं ते विहितस्तदा भगवन् विश्वभावना समासेन हयज्ञेद्यद् अन्यस्माद्यद् असञ्जयद् इदं भागवतं नाम यद्मे भगवतोदितं सङ्ग्रहोऽयं विभूतीनां त्वम् एतं विपुलीकरो
യഥാഹരോ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മാന്യഖിലാധാര ഇതി സങ്കല്പ്യ വർണ്ണയ നൃജന്മനി തുഷ്യേതാകീയം കായം അനശ്വരൈ കൃഷ്ണേ യദപ്യവർഗേശ ഭക്തി സ്യാദ് അനവായിനിം ശ്രീഹരയേ നമഃ. കിം സ്യാദ് വർണ്ണാശ്രമമാചാരൈ കിം ദാനൈ കിം തപശ്രുതൈ സർവാഘാഗ്നോത്തമശ്ലോകേ ന ചേദ്ഭക്തിരദോക്ഷജ ലീലാം വർണ്ണയതോമിഷ്യൂഷ്യ ഈശ്വരസ്യാനുമോദിതം ശൃണ്വത ശ്രദ്ധയാ നിത്യം മായയാത്മാന്നമുഹ്യതി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായം ഭക്തി സ്കന്ധേ പ്രാകാട്യനിരൂപണം നാമ സപ്തതമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. സൃഷ്ടിക്കു ഞാൻ തപഋഷീശ്വർ നവപ്രജേശ്വർ രക്ഷയ്ക്കു ധർമ്മമഖമന്യ അരാവനീശ്വർ പിന്നീട് അധർമ്മഹരമന്യുവശാസുരാദി നാശത്തിനൊക്കെയും അവൻ്റെ വിഭൂതി മാത്രം. ലോകത്തിലെ പൊടികളെണ്ണിയ ബുദ്ധിമാനുമാവില്ല വിഷ്ണുഗണമൊക്കെ അളന്നു വയ്ക്കാൻ. ഉൾക്കൊള്ളിതാചരണ വേഗിത സത്യലോകപര്യന്തമുള്ളവ അജലശക്തിയോടെ നിന്നഗ്രജർഷികള അറിഞ്ഞവരല്ലമായ ശക്തൻ്റെ വിസ്തൃതി എനിക്കും അറിഞ്ഞുകൂടാ. പാടാത്ത വൈഷ്ണവ ഗുണാവലി തന്നെയെന്നു പാടുന്നു പാരമറിയാത്ത സഹസ്രജുഹ്വൻ. ആരുള്ളു തന്തിരുവടിക്കു സ്വഭാവിധേയ ആ കൂട്ടരോടലിവു കാട്ടിടും ഈശ്വരനും. പോവും ക്രമേണ രതി ശ്വാസൃഗാൽ അഭക്ഷ്യദേഹത്തിൽ നേടുവൻ മായയിൽ നിന്നു മുക്തി. ഓരുന്നിതങ്ക ഹരി തന്നുടയോഗമായ ഞാൻ നിങ്ങൾ ശൂലി ഭഗവൻ മനു തൽഗൃഹേശി തൽപുത്ര ദൈത്യവദനം ധ്രുവനും വിശിഷ്ട പ്രാചീന ബർഹി ഋഭുവംശധരാധിനാഥൻ. ഇക്ഷാഗുരൈല ഭുജുകുന്ദ വിദേഹഗാധി അംബരീഷൻ സകരൻ ശയനാഹുഷന്മാർ മാന്താദാൽ അർക്ക ശതധന്യനു രന്തിദേവൻ ദേവവ്രതൻ ബലിയമൂർത്തമയൻ ദിലീപൻ മൂർത്തരയൻ സൗരഭ്യതങ്ക ശിബിദേവ ശിബിദേവല പിപ്പലാദ സാരസ്വതോദ്ധവ
പരാശരഭൂരിദേഷ്ണർ പോരാ വിഭീഷണ ഹനു ഉപേന്ദ്രദത്തപാഥാഷ്ടിഷേണ വിദുരശ്രുതദേവ വര്യർ. ഹരേ ഗുരുവായൂരപ്പ, ഹരേ ഗുരുവായൂരപ്പ. ആ ദേവമായറിഞ്ഞു കടന്നിടുന്നു ശ്രീശൂദ്രഹൂണാശപര്യാദ്യഘ തൃപ്തർ പോലും തര്യജനങ്ങൾ വരുമെങ്കിൽ മുക്തി നേടാതെ എങ്ങനെ നിജശ്രുതധാരണന്മാർ പ്രശാന്തമഭയം പ്രതിബോധനമാത്രം ശുദ്ധം സമം സതസദാദിപരാത്മതത്വം അഭിഗമാദ്യമകർത്തുകർമ്മം മായയ്ക്കദൃശ്യമലം സുഖമാസ്വരൂപം. ആ ബ്രഹ്മാണു പുരുഷന്റെ രൂപം എന്നോർത്ത അജസ്രസുഖരായി മുനിമാർ വിശോകം കൈവിട്ടിരുന്നു തപോമയർ പിമ്പു ജ്ഞാനങ്ങൾ ഇന്ദ്രനെയും ഇന്ദ്രനെറിയും കിണറുകൊണ്ടി പോലെ ഭാവഹിതങ്ങളുമേകുവൻ തന്നെവും നിജാശ്രിതനും സൽപുരുഷാർത്ഥമാകെ ധാതുക്കളുടെ മാത്ര ധാതുക്കൾ മാത്രമേലിവു നിജഹേതുവിങ്കൽ ആകാശതുല്യമുയിരിപ്പൊഴുതും ജയിപ്പൂ. ചുരുക്കിച്ചൊല്ലി ഞാനുണ്ണി ഭഗവൻ വിശ്വഭാഗവൻ ഭാവനൻ അവങ്കൽ നിന്നന്യമായി കാര്യമില്ലില്ല. കാരണം ഭഗവാനാലു ഉദിതം ഇതെന്നിൽ ഭാഗവതാഭിതം തുതിഭൂതീസാരമിതു പരത്തിയിടുക വാരിൽ നീ. സർവന്തര്യാമിയിൽ ഭക്തി വളരാനുതുകുംപടി സർവാത്മകഥ. ഹരേ കൃഷ്ണ. ചെറിയ അക്ഷരങ്ങളായ കാരണം കൊണ്ട് നല്ല പ്രയാസമുണ്ട് വായിക്കാൻ. എന്താണോ കണ്ണും ഇന്ന് ഒരു ബുദ്ധിമുട്ട് പറയണു. സർവന്തര്യാമിയാൽ ഭക്തി വളരാനുതകുംപടി സർവാത്മധാരനെ സങ്കൽപ്പിച്ചു വർണ്ണിക്ക നീ പൊരുൾ. അനപായിനിയാം ഭക്തി അപവർഗശകൃഷ്ണനിൽ നേടായിൽ അഴുകും കായം എന്തിനേറ്റുന്നു എന്മികൾ. അനപായിനിയാം ഭക്തി അപവർഗേശകൃഷ്ണനിൽ നേടായിൽ അഴുകും കായം എന്തിനേറ്റുന്നു ജന്മികൾ. വർണ്ണാശ്രമാചാരദാന തപസ്സുതികൾ എന്തിനാ അഘാഘ്നാധോക്ഷജനോടു ഭക്തി തോന്നാതിരിക്കുകിൽ. ഈ മഹേശവിലാസങ്ങൾ സശ്രദ്ധം കേട്ടിരുന്നവൻ വർണ്ണിപ്പോനും അനുമോദിപ്പോൻ മുഗ്ധനാവില്ല മായയിൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദ്വിതീയസ്കന്ധേ. ഈ മൂലത്തിലെ പ്രാഗട്യ നിരൂപണം നാമ സപ്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ പറയണത് ശ്രീമദ് ഭാഗവതം മഹാപുരാണം ദ്വിതീയ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായം ബ്രഹ്മനാരദ സംവാദം സമാപിച്ചു എന്ന് ഇതോടുകൂടി പറയണു.
അങ്ങനെ ഇന്നത്തെ ഈ പാരായണ ഭാഗങ്ങളെ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇന്ന് എന്താണെന്ന് അറിയില്ല, പാരായണം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. സാധാരണ ഈ ചെറിയ അക്ഷരത്തിൽ ഞാൻ വായിക്കാറുള്ളതാണ്. ഇന്നെന്തോ എനിക്കത് കാണണില്ല. ഈ അക്കിത്ത ഭാഗവതത്തിൽ ഉള്ള ഒരു പോരായ്മ അത് മാത്രമാണ്. ഒരു പുസ്തകമാക്കാനായിട്ട് ശ്രമിച്ചിട്ട് കുരുകുരുന്നനെ എഴുതിയിട്ട് ചെറിയ പുസ്തകമാക്കിയേക്കാണ്. ശരിക്കും ഇതൊരു 2 പുസ്തകമാക്കിയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ അക്ഷരമാണെങ്കിൽ നമുക്ക് വായിക്കാൻ ഒരുപാട് സുഖമാവുമായിരുന്നു. ആരുടെങ്കിലും കയ്യിലൊക്കെ അക്കിത്ത ഭാഗവതം ഉണ്ടെങ്കിൽ ഈ അഭിപ്രായം ശരിയാണോ എന്ന് കൂടി പറയണേ. അതുപോലെ സൃഷ്ടി ചെയ്യുന്ന ഇതിൽ തപസ്സിൻ്റെ സ്വരൂപമായിട്ടുള്ള ഞാനും ഋഷികളും പ്രജാപതികളും 9 പേര്, പരിപാലനത്തിലുള്ള ധർമ്മദേവൻ, ഈ ആകാശസ്വരൂപനായിട്ടുള്ള വിഷ്ണു, മനുക്കൾ, ദേവന്മാർ, രാജാക്കന്മാർ, സംഹരിക്കുന്നതിലെ അധർമ്മവും രുദ്രനും സർപ്പങ്ങളും അസുരന്മാർ മുതലായവരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും അനന്തശക്തിയോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ മായാവിലാസങ്ങളാകണമെന്ന് പറയാണ്. ഭഗവാന്റെ അവതാര മഹിമയെ പറ്റിയിട്ടുള്ള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ അത് ഏറ്റവും ചുരുക്കിയിട്ടാണ് പറഞ്ഞേക്കണത്. വിസ്തരിച്ച് പറയാനായിട്ട് ഒരാൾക്കും കഴിയില്ല, സാധിക്കില്ല. അത് വിസ്തരിച്ച് പറയാൻ എത്ര വിസ്തരിച്ചാലും തീരുന്നതല്ല ഈശ്വര മഹിമ. ഭൂമിയിലുള്ള ധൂളികൾ അതുപോലെ ആർക്കാണോ കണക്കാക്കാൻ കഴിയുന്നത്, അതുമാതിരിയുള്ള വിദ്വാനായാൽ കൂടെ ശ്രീ ഭഗവാന്റെ ആ മഹിമ വർണ്ണിച്ച് മുഴുവനാക്കാനായിട്ട് സാധിക്കില്ല. ആ 3 ഗുണങ്ങളും ഏതൊരു സ്ഥാനത്തിൽ ശോഭിക്കാതെ സമാധി അവസ്ഥയെ പ്രാപിക്കുന്നു. ആ സ്ഥാനമായ സത്യലോകത്തെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ചഞ്ചലമായ സ്വർഗലോകത്തെയും യാതൊരു ഭഗവാൻ ധരിച്ചിരിക്കുന്നത് അപ്രകാരമിരിക്കുന്ന ഭഗവാന്റെ ഗുണത്തെ ആർക്കും പറയാൻ സാധിക്കില്ല എന്ന് പറയണു. ആ പരമപുരുഷൻ്റെ മായാബലത്തെ അറിയാൻ നമുക്കൊന്നും സാധിക്കില്ല. അതായത് പിന്നെ നാരദരോട് പറയാണ്, ഹേ നാരദ മഹർഷി, അങ്ങേക്ക് മുമ്പ് ജനിച്ചവരായിട്ടുള്ള സനകാദികളും അതറിയണില്ല. ആർ തന്നെ പിന്നെ സനകാദികൾക്ക് പോലും അറിയില്ല വെച്ചാൽ പിന്നെ ആർക്കാ അതറിയാൻ സാധിക്കുക? 1000 മുഖമുള്ള ആദിശേഷനുണ്ടല്ലോ, ആ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഇതുവരെയായിട്ട് പൂർണ്ണമായിട്ടും കീർത്തിച്ച് കഴിയാൻ സാധിച്ചിട്ടില്ല. കര കാണാത്ത ആ കടൽ പോലെ എത്ര തുഴഞ്ഞ് പോയിട്ടും കര കാണാണ്ടിരിക്കുന്നുണ്ടല്ലോ, അതുപോലെയാണ് ആ ഭഗവാന്റെ മഹിമ എന്ന് പറയണു. അങ്ങനെ സർവാത്മാവായിട്ടിരിക്കുന്ന ഭഗവാന്റെ പാദകമലത്തെ സർവാത്മന കാപട്യമല്ലാണ്ട് ആശ്രയിക്കുന്നവൻ്റെ നാശരഹിതമായിട്ടുള്ള ഭഗവാൻ അവനിലെ കരുണയുള്ളവനായിരിക്കും എന്ന് പറയണു. അവൻ എന്തു ചെയ്യും? ഈ മഹാമായയുടെ ആകുന്ന ഈ കടലിനെ തരണം ചെയ്യാനായിട്ട് അവന് സാധിക്കും എന്ന് പറയാണ്. നായും കുറുക്കിനും ഭക്ഷണമായി തീരുന്ന ഈ ശരീരത്തിൽ ഞാനെന്നും എന്തേതെന്നുള്ള ബുദ്ധി വച്ചിട്ട് ബുദ്ധിയൊക്കെ മാറ്റിയിട്ട് അന്തരാത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാനിൽ മാത്രം അഭയം പ്രാപിച്ച ഭഗവാനിൽ ലയിച്ചിരുന്നാൽ അവന് മോക്ഷം പ്രാപിക്കാൻ സാധിക്കുകയാണ്. ഭഗവാന്റെ യോഗമായയെ സനകാദികളായിട്ടുള്ള ഞാനും നാരദ അങ്ങും സനകാദികളായ ഋഷീശ്വരന്മാരൊക്കെ അറിയുന്നുണ്ട്. ജ്ഞാനസ്വരൂപന്മാരായിട്ടുള്ള പരമശിവൻ, പ്രഹ്ലാദൻ, സ്വയംഭുവ മനു, ആ മനുവിൻ്റെ ഭാര്യയായിട്ടുള്ള ശതരൂപ, അവർ 2 പേരുടെ പുത്രന്മാരായിട്ടുള്ള പ്രിയവ്രതൻ, ഉത്താനപാതൻ മുതലായവർ, പിന്നെ പ്രാചീന ബർഹിത്ത്, ഋതു എന്ന പേരായിട്ടുള്ള മുനി, ഋഭു എന്ന പേരായിട്ടുള്ള മുനി, വേനൻ്റെ പിതാവായിട്ടുള്ള അംഗരാജാവ് ധ്രുവൻ എന്നിവരും അങ്ങയുടെ ഈ മഹത്വത്തെ അറിയുകയാണ് ചെയ്യണത്. യോഗമായയെ തിരിച്ചറിയുകയാണ് ചെയ്യണത്. ഇക്ഷാകു, പുരൂരവസ, മുജുകുന്ദൻ, വിദേഹൻ, ഗാധി, രഘു, അംബരീഷൻ, സഗരൻ, ഗയൻ, ഗയാദി മുതലായവരും, മന്ധാതാവ്, അളർക്കൻ, ശതധന്വാവ്, അനു, രന്തിദേവൻ, ഭീഷ്മൻ, മഹാബലി, അമൂർത്തരയൻ, ദിലീപൻ,
തുടങ്ങിയവരും, അതുപോലെ സൗഭരി, ഉദങ്കൻ, ശിബി, ദേവലൻ, പിപ്പലാദൻ, ദദീജി, ഉദ്ധവര്, പരാശരര്, ഭൂരിഷേണൻ, മറ്റു ശ്രേഷ്ഠരായിട്ടുള്ള വിഭീഷണൻ, ഹനുമാൻ, ശുഗറ്, പാർത്ഥൻ, ആഷ്ടീഷണൻ, വിദുരൻ, ശ്രുതദേവൻ മുതലായവർക്കൊക്കെ ഭഗവാന്റെ ആ മഹത്വത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് പറയാം. പാപികളായ സ്ത്രീകൾ, ശൂദ്രരെ, ഹൂണന്മാരെ, വേടന്മാരെ ഇവരായാൽ കൂടിയും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ആ ഈശ്വരനോട് ഭക്തി ഉണ്ടാക്കുകയാണെങ്കിൽ, ആ ഭക്തന്മാരെ ചെന്ന് ശരണം പ്രാപിച്ചിട്ട് ആ ഭക്തിയോഗത്തിലൂടെ നടക്കുകയാണെങ്കിൽ അവർക്ക് പോലും മായയെ കടന്നു പോകാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയവും ഇല്ല എന്ന് പറയാം. എപ്പോഴും പ്രശാന്തവും ഭയമറ്റതും ജ്ഞാനസ്വരൂപവും ശുദ്ധവും എല്ലായ്പ്പോഴും ഒരേ വിധത്തിലിരിക്കുന്നത് ഹരേ കൃഷ്ണ ഒരേ തലത്തിലിരിക്കുന്നത് അചേതനങ്ങളെ എന്ന് പറയപ്പെടുന്നവയിൽ വിലക്ഷണവും ആത്മീയ സ്വരൂപവും എപ്പോഴും ആനന്ദമായിരിക്കുന്നതും ശോകമറ്റതായിട്ടുള്ള ഏതൊരു ബ്രഹ്മത്തിനെ മുനിമാരറിയുന്നവോ ആ ബ്രഹ്മം പരമപുരുഷനായ ആ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് എന്ന് പറയണം. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതലായിടത്തു നിന്ന് കാരണമായിരിക്കുന്ന ആ ഭഗവാനെക്കുറിച്ച് ഞാനിവിടെ ചുരുക്കമായിട്ട് പറയുകയാണ് ചെയ്തത്. കാര്യത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന ശ്രീഹരിയെ കൂടാതെ ഒന്നും തന്നെ ഇവിടെ ബാഹ്യമായിട്ട് കാണപ്പെടുന്ന ഒന്നും ഇല്ല. ഒക്കെ ആ ഭഗവാന്റെ ആ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അതൊക്കെ അതേപടി ഉണ്ടാവുന്നത്. ഭഗവാൻ തന്നെയാണ് എല്ലാം. അതായത് കാര്യം കാരണത്തിൽ നിന്ന് അന്യമല്ലാത്തതുപോലെ സർവസമ്മതനായിട്ടുള്ള ഭഗവാൻ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യണത്. ആ ഭഗവാന്റെ അവതാരങ്ങളെയും ഐശ്വര്യങ്ങളെയും അതിനെയാണ് ഭാഗവതം എന്ന് പറയണത്. ആ നാരായണൻ അത് എനിക്ക് ഉപദേശിച്ചു. അന്യർക്ക് മനസ്സിലാവാൻ തക്കവണ്ണം അത് 4 ശ്ലോകങ്ങളെ കൊണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്. മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ അതിനെ വിശദീകരിച്ച് പറയണം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ എല്ലാറ്റിനും ആധാരമായിട്ടുള്ള ഇരിക്കുന്ന ഭഗവാൻ ശ്രീഹരിയിൽ മനുഷ്യർക്ക് ഏത് വിധത്തിലാണ് ഭക്തി ജനിക്കുന്നുവോ ആ വിധത്തിൽ വരണം എന്ന സങ്കല്പത്തോടു കൂടിയിട്ട് വേണം ഇതൊക്കെ വർണ്ണിക്കണം എന്നെല്ലാം പറഞ്ഞ് ആ ഭഗവാന്റെ വിഭൂതികളെയൊക്കെ പറഞ്ഞ് എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്ന ഉത്തമ കീർത്തിയോട് കൂടിയിട്ടാണ്. ദോഷജനിൽ ഭക്തി ഇല്ലാണ്ട് വന്നു എന്ന് വിചാരിച്ചാൽ ഈ വർണ്ണാശ്രമാദികളെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്താ ഫലം? ദാനങ്ങളാൽ എന്താ ഫലം? തപസ്സുകളെ കൊണ്ടോ അറിവുകളെ കൊണ്ടോ എന്ത് ഫലം? ആദ്യം തന്നെ ഉണ്ടാവേണ്ടത് എന്താണ്? ഈശ്വര ഭക്തിയാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയുക. ഈശ്വരൻ്റെ ലീലയെ എപ്പോഴും വർണ്ണിക്കുക, എപ്പോഴും കേൾക്കുക, അനുമോദിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ മനസ്സ് മായയിൽ പെട്ടുപോവില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. ഇനി അടുത്തത് 8ാമത്തെ അധ്യായമാണ് ആരംഭിക്കുന്നത്. അടുത്ത ദിവസം വേണ്ടതുപോലെ 8ാമത്തെ അധ്യായം പാരായണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലും ഭക്തന്മാരുടെ പാദത്തിലും പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം.